ദർശനം. അറിവ് ആൾറെഡി ഇവിടെ ഉണ്ടെന്ന നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അറിവ് കിട്ടാതിരിക്കുന്ന പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ പഠിച്ചു വെച്ച നോളജ്, നമ്മുടെ അറിവുകൾ, നമ്മുടെ അനുഭവങ്ങൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഈ പേഴ്സണാലിറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് നിത്യജീവിതം നമ്മൾ മെമ്മറി വെച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മെമ്മറി ആവശ്യമാണല്ലോ, നമുക്കിത് ആവശ്യമുണ്ട്. ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മെമ്മറിയുടെ ആകെ തുക വെച്ചിട്ടാണ് നമ്മൾ ജീവിതത്തിൽ ജീവിക്കുന്നത്. പക്ഷെ അത് ജീവിക്കാൻ മാത്രം മതി സത്യം പറഞ്ഞാൽ. പക്ഷെ ഇത് എല്ലാ അംശങ്ങളിലും വന്ന് ഇടപെട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി, വലിയൊരു ശല്യമാണ് നമുക്ക്. നമ്മുടെ ഇപ്പം എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ശല്യം എൻ്റെ പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ ഓരോരുത്തരുടെ. അപ്പം ഈ അറിവുകൾ, വലിയ അറിവുകളിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് ശരിക്കും ഈ പേഴ്സണാലിറ്റിയാണ്. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന അറിവുകളാണെങ്കിലും അത് മെമ്മറിയാണ്. പല ടൈപ്പ് നോളജ് ഉണ്ടല്ലോ. ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറി ഒക്കെ നമ്മൾ പറയത്തില്ല, ഡിഫറൻസ് പറയുന്ന തൊട്ട് ഇതില് നമ്മുടെ മൈൻഡില് നമ്മുടെ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന മെമ്മറി വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളുടെയൊക്കെ ഞാൻ ചോദിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കോയിൻ്റെ സംഭവം ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റുമോ ടച്ച് ചെയ്യാതെ? ഇല്ലെന്ന് പറയും ഒറ്റയടിക്ക്. കാരണം അവരുടെ ലേണിംഗ് ആണ്. എനിക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും. ഞാൻ ഉപയോഗിച്ച മെത്തേഡ് ഉപയോഗിച്ചാൽ മതി, എന്താണെന്ന് പഠിച്ചാൽ മതി. പക്ഷെ ഒരു ആലോചിക്കുക പോലും ഇല്ല. അപ്പം നമ്മൾ പഠിച്ച സയൻസും നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഫോർഡ് കമ്പനിയുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് തേനീച്ചകൾക്ക് വായുവിൻ്റെ ചലന നിയമ സിദ്ധാന്ത പ്രകാരം ഇത്രയും വലിയ ശരീരം പൊക്കിക്കൊണ്ട് ചെറിയ ചിറക് വെച്ചിട്ട് പറക്കാൻ പറ്റത്തില്ല. അവർ ഇത് ഈ ശാസ്ത്ര സത്യം അറിയാത്തത് കൊണ്ട് പറന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും എന്ന് പറയുന്ന മറ്റുള്ള ഒരു സംഗതി ഉണ്ട്. ബയാസ് എന്ന് പറയും, സയൻസ് ബയാസ് ഭയങ്കര ശല്യം. ഒരു ബയാസും പാടില്ലെന്ന് നമ്മൾ പറയും. സയൻസും ഒരു ബയാസാണ്. അപ്പം ആ ബയാസിനെ എഴുതിയതാണ് സ്ട്രിങ് തിയറി, ക്വാണ്ടം മെക്കാനിസം. കഴിഞ്ഞ പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയതിനാന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം സയൻസാണ്. അപ്പോൾ സയൻസ് ബയാസ് പിടിക്കാതിരുന്നാൽ യഥാർത്ഥ സയൻസ് വർക്കാവും. ആ യഥാർത്ഥ സയൻസ് തന്നെയാണ് നമ്മളിവിടെ ശാസ്ത്രം എന്ന് പറയുന്ന ഋഷിമാർ പറഞ്ഞിട്ടുള്ള സയൻസാണ്. ബയാസ് ഇല്ല എന്നുള്ളൂ. ഓരോന്നും പഠിക്കുന്ന മൾട്ടിവേഴ്സാണ്. അപ്പോൾ ഓരോ ലോകത്തെയും പഠിക്കേണ്ടത് ഓരോ രീതിയിലാണ്. ആണ് ക്വാണ്ടം മെക്കാനിക്സ്. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അത് വർക്ക് ചെയ്യും. വലിയ കാര്യങ്ങളിലൊക്കെ ന്യൂട്ടന്റെ തിയറിയും മറ്റേ ആവേശിക സിദ്ധാന്തം കുന്തം കുറച്ചൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വേൾഡാണ്. അതുകൊണ്ടാണ്, വേറെ കാര്യമൊന്നുമില്ല. ഒരുപാട് വേൾഡുണ്ട് ലോകത്ത്. സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, സ്ഥൂലത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്കുമാണ് പ്രാണം സഞ്ചരിക്കുന്നത്. ഈ പ്രാണനാണ് ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന സാധനം. എല്ലാം ഒരു കണക്ഷൻ ഉണ്ടാവണ്ടേ? ആ കണക്ഷനാണ് പ്രാണം എന്ന് പറയുന്നത്. അപ്പോൾ അത് അന്ന് പറഞ്ഞുകൊണ്ട് സാങ്കേതിക സിദ്ധാന്ത പ്രകാരം ഈ സത്വരജസ് തമസ്സായിട്ട് ഈ ബോധത്തിൽ പുരുഷനിൽ ശക്തി പ്രവർത്തിക്കുന്നു, മഹത്തത്വം പ്രവർത്തിക്കുന്നു. മഹത്തത്വം എന്നാണ് അവിടെ പറയുന്നത്, ഇവിടെ ശക്തി എന്ന് പറയുന്നത്. കാശ്മീര ശേഷത്തിനകത്ത് പ്രകാരം 36 അർത്ഥമാണ്, ശിവാദി ഭൂമി പര്യന്തമായിട്ട്. അപ്പം ഇവിടെ നമ്മുടെ ഈ ഇൻസൈറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കുറയുന്നതനുസരിച്ച് ഇത് തെളിഞ്ഞു വരികയാണ്. ദർശനങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതൊക്കെ ദർശനങ്ങളാണ്, വെറും അറിവുകളല്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് ചന്ദ്രനിലോട്ടുള്ള ദൂരം കൃത്യമായിട്ട് അന്നേ അളക്കാൻ പറ്റിയില്ല നമുക്ക്. ഇത്ര യോജന എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറക്റ്റ് അതെങ്ങനെ ആലോചിച്ച് നോക്കി. ഒരു മെഷീനും ഇല്ല, ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് പോസിബിളാണ്. അല്ല, അപ്പൊ അതാണ് ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ആൾറെഡി ഇതിൻ്റെയൊക്കെ അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുന്നു. അതാണ് നമ്മൾ പാർട്ടിക്കിൾ വേവ് സിദ്ധാന്തം, ക്വാണ്ടം മെക്കാനിക്സ്. നമ്മൾ നോക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ നിൽക്കുകയാണ്. പക്ഷെ അത് പ്രോബബിലിറ്റി അത് നമ്മൾ ശ്രദ്ധ നോക്കുമ്പോൾ അത് കണികയാവുന്നു, അല്ലാത്തപ്പോൾ തരംഗമായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അതാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ കുറേ പേര് നോക്കുമ്പോൾ ഇങ്ങനെ ഇതിനെ ബുക്കായിട്ടും ഒക്കെ കാണുന്ന ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് അത് ബുക്കായിട്ട് നമുക്ക് തോന്നുന്നത്.
സത്യത്തിൽ അതൊരു പ്രോബബിലിറ്റി മാത്രമാണ്. അപ്പം നമ്മൾ സൃഷ്ടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാണ് ഈ ലോകം. നമ്മളെല്ലാം കൂടെ നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയും. അത് കറക്റ്റ് ഡിവിഷൻ അല്ല ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ, പഴയ കൺസെപ്റ്റാണ്. നമ്മുടെ എല്ലാവരുടെയും കൂടെ കോമൺ ആയിട്ടുള്ള ബോധം സൃഷ്ടിച്ച് അനുഭവിക്കുന്നതാണ് ഈ ലോകം. അപ്പോൾ നമ്മുടെ ബോധം കോമൺ ആണ്. നമ്മളിത് പലപ്പോഴും നമ്മൾ പുസ്തകങ്ങളിലൂടെയൊക്കെ വായിക്കുമ്പോഴും ഇൻ്റലക്ച്വലായിട്ട് പഠിക്കുന്നു. അങ്ങനെയല്ല, ഇതിനെയെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകണം. പഠിച്ച് പോയിട്ട് മാത്രം മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. മെമ്മറിയിലോട്ട് തൊട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. ലൈബ്രറിക്ക് എല്ലാ ബുക്കും ലൈബ്രറിക്കകത്തുണ്ട്, അലമാരിക്കകത്തുണ്ട്. അലമാരിക്ക് ഒരു വിവരമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ പോയിട്ട് കാര്യമില്ല. മൂവിങ് ലൈബ്രറി ആയിട്ട് കാര്യമില്ല. അപ്പം ബോധം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നെങ്കിലേ അതിനകത്ത് പ്രവർത്തിക്കുന്ന സാങ്കേതിക സിദ്ധാന്ത പ്രകാരമുള്ള സത്വരസംസാരം പ്രവർത്തിക്കുന്ന ശക്തിയെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പ്രകൃതി, പുരുഷനും പ്രകൃതിയെ മനസ്സിലാവത്തുള്ളൂ. പുരുഷനെ മനസ്സിലാക്കണം ബോധം. ഈ ബോധത്തെ തന്നെയാണ് നമ്മൾ പല രൂപത്തിൽ പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരബ്രഹ്മം, പരമാത്മാവ്, തുരിയം, തുരിയാതീതം. തന്ത്രത്തിൽ വേദാന്തത്തിൽ തുരിയം വരെയുള്ളൂ. തുരിയം എന്നെല്ലാം പറയുന്നതല്ല ഇതാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഈ ബോധത്തിന് ആയിരക്കണക്കിന് കണ്ണുകളുണ്ട്, ആയിരക്കണക്കിന് തലകളുണ്ട്, ആയിരക്കണക്കിന് പാദങ്ങളുണ്ട്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ സ ഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം. ഭൂമിയെ മൊത്തം പൊതിഞ്ഞ് വ്യാപിച്ചിട്ട് ദശാങ്കുലം ദ്വാദശാന്തത്തിലോട്ട് നിൽക്കുകയാണ്. ധ്രുവാദൂർധേ ഉദ്ദേൽ പുരുഷ പാദോസ്യ ഇഹാ ഭവാത് പുന. 3 പാദങ്ങൾ അമൃതപ്രകാശത്തിലാണ് ഉള്ളിൽ. ഒരു പാദം മുഴുവൻ ഈ പ്രപഞ്ചമായി വിലസിക്കുന്നു. അർജുന, എൻ്റെ ഒരു പാദം കൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് ഗീത പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ പുരുഷ സൂക്തമാണ് അവിടെ ഉപദേശിച്ചത്, ഗീതയല്ല എന്ന് ഞാൻ പറയാൻ കാരണം. യുദ്ധസമയത്ത് അത്രയും ടൈമില്ല 500 ശ്ലോകം പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്ന് പറഞ്ഞത്. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ് ഗീത, ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 3 പാദങ്ങൾ ഏതൊക്കെയാണ്? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. അതിൽ തുരീയം. മാണ്ഡവ്യ ഉപനിഷത്ത് പറയുന്ന ഓം ഇത്യേത് അക്ഷരമിതം സർവം തസ്യോപ വ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവം ഓംകാരമേവ യച്ചാന്ന ത്രികാലാതീതം തദപ്യോംകാരമേവ. പ്രഥമപാദോ വൈശ്വാനരഹ. ഈ കാണപ്പെടുന്ന 1ാമത്തെ പാദം ആ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന വൈശ്വാനരൻ. ദ്വിതീയ പാദോ തൈജസഹ. 2ാമത്തെ പാദം തേജസ്സിൽ പ്രവർത്തിക്കുന്ന സ്വപ്നലോകം, സങ്കല്പലോകം. 3ാമത്തെ പാദം പ്രാജ്ഞ, പ്രജ്ഞാനഘനം എന്ന് പറയുന്ന ജ്ഞാനം ഉറഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥയിലുള്ള സുഷുപ്തി സ്ഥാനവും പ്രാജ്ഞ. ആഴത്തിലുള്ള ഉറക്കത്തിൽ സുഷുപ്തി സ്ഥാനത്തിൽ പ്രാജ്ഞന് ചെല്ലുന്നു. നമ്മുടെ ബോധം എവിടെ നിൽക്കുന്നു അതുള്ളതായിട്ട്. അപ്പം സുഷുപ്തി. അതിനുശേഷം 4ാമത്തേതെന്ന് ഋഷി വിളിക്കുകയാണ്. പേരിടാനൊന്നും അറിയത്തില്ല അതിന്, കാരണം പരബ്രഹ്മമാണ്, പരമാത്മാവാണ്. അതിന് പേരൊന്നും ഇട്ട് 2 ഉള്ളപ്പോഴേ നമുക്ക് പേരിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പേരിടുന്നത്. ഒരു ദ്വീപിൽ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ പേര് ശ്രീധരൻ നമ്പൂതിരിയുടെ മണ്ടത്തരമായിട്ട് തോന്നും, കാണപ്പെടും. വേറെ ആരുമില്ല അല്ലേ എന്ന് പറഞ്ഞോട്ട് പരമാത്മാവ് ഒന്നായതുകൊണ്ട്, അദ്വൈതമായതുകൊണ്ട് അതിനെ തുരിയാതീതം, തുരിയം എന്ന് പറഞ്ഞു. തന്ത്രത്തിൽ തുരിയാതീതം കൊണ്ടുണ്ട്. എനിവേ, അപ്പോൾ നമ്മുടെ ഈ ബോധസമുദ്രം ഒന്നായിട്ട് കിടക്കുന്നതാണ്. ഈ കണ്ണുകളെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആയിരക്കണക്കിന് കണ്ണുകളെയാണ് ഋഷി സഹസ്രശീർഷ പുരുഷൻ എന്ന് പറയുന്നത്. ഈ ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോധത്തിലാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനൊരു ബോധമുണ്ട് അല്ലേ? ഞാനൊരു ബോധം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അതിന് ഞാൻ 100% പ്രാധാന്യം ഞാൻ എന്നുള്ളതിന് ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ബോധത്തിൽ. മറ്റുള്ള ഫ്രണ്ടിലിരിക്കുന്ന ആളിന് അയാളുടെ ഉള്ളിൽ ഇതുപോലൊരു ബോധം ഉണ്ടാവില്ലേ? 100% പ്രാധാന്യത്തിൽ. നമ്മളങ്ങനെ അത് കാണാറുണ്ടോ? നമ്മളതിന് 100% പ്രാധാന്യം കൊടുക്കാറുണ്ടോ? ബാക്കിയുള്ളവരൊക്കെ ഒരു റോബോട്ട് പോലെ ഇങ്ങനെ നടക്കുന്നുണ്ടോ? അല്ല, അതിലേക്കാണ് വരുന്നത്. ഏതാ? അതെ, ആദ്യം ഈ ബോധം മനസ്സിലാക്കിയാലേ അതിലോട്ട് കയറാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിലോട്ടെ എനിക്ക് ഓർമ്മ. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്നൊരു ബോധമുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ എൻ്റെ ബോധം 100% പ്രാധാന്യം കൊടുക്കുന്നു.
നിങ്ങളൊക്കെ ഇങ്ങനെ റോബോട്ട് പോലെ നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോർമലി നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ബോധം ഇല്ലെന്നുള്ള എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് നിങ്ങളെ യൂസ് ചെയ്യാനൊക്കെ തോന്നുന്നത്. മറ്റേ നിങ്ങളുടെ ഉള്ളിൽ 100% എൻ്റെ കൂട്ടൊരു ബോധം ഉണ്ടെന്ന് കണ്ടാൽ ഇനി നിങ്ങൾക്ക് എനിക്ക് വിഷമാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോടും ചെയ്യത്തില്ല. നമ്മൾ ഒന്നായിട്ട് തോന്നും. ഇത് നിങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആണ് ഞാൻ നിങ്ങളെ യൂസ് ചെയ്യുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ബോധം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇതിന് 100% പ്രാധാന്യം നിങ്ങളുടെ ഉള്ളിലൊന്നും തരികയാന്നിരിക്കട്ടെ. എൻ്റെ ഉള്ളിലുള്ള ബോധത്തിന് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇത് നോർമലി കേൾക്കുന്ന സംഭവമല്ല. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കേണ്ട വിഷയം. ചിന്തിച്ചിട്ട് കാര്യമില്ല, ഒബ്സർവ് ചെയ്യാൻ വേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ 100% ഞാൻ എന്നൊരു ബോധമുണ്ട്. ആ 100% പ്രാധാന്യം തന്നെ എൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള ബോധത്തിന് നിങ്ങൾ തന്നേ. ഇതിൻ്റെ ഉള്ളിൽ 100% പ്രാധാന്യമുള്ളൊരു ബോധമുണ്ട് എൻ്റെ കൂട്ട് തന്നെ. അതൊന്ന് കാണാൻ പറ്റുമോ നോക്കി, ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ നോക്കി, കാണാൻ പറ്റുമോ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ നോക്കി. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോധം സ്റ്റോപ്പ് ആവുന്ന എവിടെയാണ്, എൻ്റെ ബോധം തുടങ്ങുന്ന എവിടെയാണ്. നിങ്ങൾ ഇവിടം വരെയാണോ അതോ ഞാൻ അവിടം വരെയാണോ? അത് നടുക്കൊരു വരയിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടം വരെയാണോ? എവിടെയാണോ നിങ്ങളുടെ ബോധം തുടങ്ങുന്നത്, എൻ്റെ ബോധം തീരുന്നത്? ലോജിക്കലി ആലോചിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ പോകരുത്. ഒബ്സർവ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവത്തുള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വാക്കുകളിൽ കൊണ്ടുവരാൻ. എങ്കിലും ട്രൈ ചെയ്യുവാണ്. വളരെ ശ്രദ്ധ വേണ്ട വിഷയമാണ്. നെക്സ്റ്റ് ഡയമെൻഷനിൽ നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് ഒബ്സർവ് ചെയ്യുക, ലോജിക്കൽ തിങ്ക് ചെയ്യരുത്. ഒബ്സർവ് ചെയ്താലേ ഇത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ആദ്യം 100% പ്രാധാന്യം ഞാൻ എന്നുള്ളതിന് കൊടുക്കാം. കൊടുത്തല്ലോ, ഞാനുണ്ട്. അതേ പ്രാധാന്യം എനിക്കും തരിക, ഞാൻ എന്നുള്ള എൻ്റെ ബോധത്തിന് തരിക. എന്നിട്ട് നമ്മുടെ അതിർത്തി എവിടെയാണെന്ന് പറയണം. പോയിന്റ് പിടി കിട്ടിയോ? നമ്മുടെ അതിർത്തി, നിങ്ങൾ ഇവിടം വരെയാണോ ഞാൻ അവിടം വരെയാണോ എന്താണെന്ന് പറയണം. നമ്മുടെ അതിർത്തി എവിടെയാണോ ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞു. തിങ്ക് ചെയ്താൽ ഇതിലൊന്നും പിടികിട്ടത്തില്ല. ഒബ്സർവ് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ബോഡി വരെ ഉള്ളൂ ആണോ? അപ്പൊ ഞാൻ എവിടം വരെയാ? ഇത്രേ ഉള്ളൂ. അതെന്തൊരു കഷ്ടം, എനിക്ക് ശകലേ തട്ടുള്ളൂ. അത് കൊള്ളാല്ല. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അപ്പൊ എന്റെ ബോധം എവിടം വരെയാ? ഞാൻ സമ്മതിക്കുമോ അങ്ങനെ പറഞ്ഞ? അത്ര സ്ഥലം എടുത്താൽ പറ്റത്തില്ല. ഞാൻ അപ്പൊ അവിടം വരെയാന്ന് പറയേണ്ടി വരത്തില്ലേ? സ്വാഭാവികം. അപ്പൊ 100% പ്രാധാന്യം എനിക്ക് തരണം. 50 തന്നിട്ട് കാര്യമില്ല. എന്റെ ബോധത്തിന് 100% പ്രാധാന്യം തന്നിട്ട് പറഞ്ഞു. ഇപ്പൊ എനിക്ക് 10% തന്നുള്ളൂ. ഇവിടം വരെ നിങ്ങളാ, എന്റെ മൂക്കിന്റെ അറ്റം വരെ നിങ്ങളാന്ന് പറയുമ്പോൾ എനിക്ക് 10% അല്ലേ തന്നിട്ടുള്ളൂ. ഇത് 100 കണക്കാക്കിയ. അപ്പം ശരിക്ക് എനിക്ക് എത്ര തരും നിങ്ങൾ? എത്ര ശതമാനം പ്രാധാന്യം എന്റെ ബോധത്തിന്? ഇത് മനസ്സിലായാലേ നമുക്കിത് മറ്റേതൊക്കെ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇത് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. സാഖ്യയോഗമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഖ്യയോഗത്തിൽ സാഖ്യകാരികയുണ്ട്, നെറ്റിൽ കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ പോയാലേ ഇത് മനസ്സിലാവത്തില്ല. എല്ലാവരും കുന്തവും പിടികിട്ടത്തില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ബോധം എവിടെ തീരുന്നു, എൻ്റെ ബോധം എവിടെ തുടങ്ങുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് 100% പ്രാധാന്യം തന്നെങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. എന്തെങ്കിലും സങ്കല്പിച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാം ഇത്രയും. ഇത് കുറച്ച് സങ്കല്പം കൂടെ വന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ അങ്ങനെ പറയാം. ആ സങ്കല്പം ഒബ്സർവ് ചെയ്തിട്ട് എനിക്ക് 100% പ്രാധാന്യം തന്നിട്ട് പറയുക, എൻ്റെ ബോധത്തിന് നിങ്ങളുടെ കൂട്ട് തന്നെ 100% പ്രാധാന്യം തന്നിട്ട് പറഞ്ഞേ ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞേ എത്രയുണ്ട് നിങ്ങളുടെ ബോധം എവിടം വരെയാ, എൻ്റെ ബോധം എവിടെ തുടങ്ങുന്നു, നിങ്ങളുടെ ബോധം എവിടെ തീരുന്നു. അതുകൊണ്ട് അത് ഒന്നാണെന്നുള്ളതുകൊണ്ടാണ് അതിനെ അഖണ്ഡ ശിവബോധം എന്ന് ഋഷിമാർ വിളിക്കുന്നത്. അതുകൊണ്ടാണ് പുരുഷ സൂക്തം ഇങ്ങനെ തുടങ്ങിയത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവ. നമ്മുടെയൊക്കെ തലയും കണ്ണും ഒക്കെ ഒന്നാണ്. ബോധതലത്തിൽ നമ്മളൊക്കെ ഒന്നാണ്. അപ്പൊ എന്റെ ബോധം നിങ്ങളുടെ ബോധമല്ല, ഒന്നിച്ച് കിടക്കുന്ന ഒരു ബോധത്തിൽ നിങ്ങളുടെ കണ്ണിനകത്ത് കൂടെ നിങ്ങൾ നോക്കുന്നു, എന്റെ കണ്ണിൽ കൂടെ ഞാൻ നോക്കുമ്പോൾ നമ്മൾ രണ്ടായിട്ട് തോന്നുകയാണ്. സമുദ്രത്തിന്റെ 2 കര അകലത്തിൽ രണ്ടായിട്ട് തോന്നുന്ന പോലെ അടിയിൽ ഇത് ഒന്നാണ്. അടിയിൽ വന്ന് നോക്കിയ ഒന്നല്ലേ? ഒരു കുളത്തിന്റെ 2 കര, അല്ലെ നദിയുടെ 2 കര. നമ്മൾ മുങ്ങാൻ കുഴിയിട്ട് അടിയിൽ ചെന്ന് നോക്കി ഇത് ഒന്നാണ്.
പക്ഷെ ഇപ്പുറത്തെ കരയെ നോക്കുമ്പോൾ അത് അക്കറത്തെ കരയായിട്ടാണ് തോന്നും. ഫണ്ട് അനുവദിക്കുമ്പോൾ ഇവിടെ അവിടെ അടിയാം. സത്യത്തില് ഈ രണ്ട് വിരലുകള് ഇവിടെ നോക്കുമ്പോൾ അത് വേറെയായിട്ട് ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അശ്വത്ഥ വൃക്ഷം തലകിലായിട്ട് നിൽക്കുന്ന മുഴുവൻ സൃഷ്ടി മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ബോധം ഒന്നിച്ചു കിടക്കുന്നു. ആ ബോധത്തിൽ, അഖണ്ഡ ശിവബോധത്തിൽ നിന്ന് ഇങ്ങനെ പലതായിട്ട് മാനിഫെസ്റ്റേഷൻ സംഭവിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. നമ്മളിങ്ങനെ വന്ന് നമ്മുടെ ഓരോ ലെവലിൽ പഞ്ചകോശങ്ങളിലൂടെ പ്രപഞ്ചത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പഞ്ചതലങ്ങളിലാണ്. പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട്, പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യാണ് ഈ പുരുഷൻ. അതിനകത്ത് നിന്ന് നമ്മൾ നമ്മുടെ ഈ ബേസിക് പണ്ടേ കണക്ക് വരുവാൻ എന്ന് എഴുത്തച്ഛൻ പറയുന്നത് ഈ ബോധതലത്തിലേക്ക് എത്താൻ, സൃഷ്ടിയുടെ ആദ്യ ഘട്ടത്തിലുള്ള ഒന്നായിരുന്ന ബ്രഹ്മം രണ്ടായ അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ആ അവസ്ഥയിൽ എത്തുന്നതാണല്ലോ മോക്ഷം, അല്ലേ? ആ തിരിച്ചു കയറി പോകുന്നതാണ് ആ ശ്രീചക്രത്തിലെ സൃഷ്ടിക്രമവും സംഹാരക്രമവും എന്നൊക്കെ പറയും. ഭൂപുരത്തിൽ നിന്ന് ബിന്ദുവിലേക്കും ബിന്ദുവിൽ നിന്ന് ഭൂപുരത്തേക്കുള്ള പൂജ സൃഷ്ടിക്രമവും സംഹാരക്രമവും ഒക്കെയാണ്. അപ്പൊ നമ്മളുടെ ശരിക്കും സംഹാരത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ സമാധിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഉദ്ദേശം. സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വരിക. ഈ ബോധത്തിൽ നിന്ന് എന്ന് സൃഷ്ടി സംഭവിക്കുന്നുണ്ട്. അല്ല, ആ ബോധത്തിന്റെ സ്ട്രക്ചറാണ് ഞാൻ ഇപ്പോൾ. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നെങ്കിലും നമുക്ക് എങ്ങോട്ട് പോകണം അറിയാൻ പറ്റും. അല്ല, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തിരിച്ചു കയറി പോകണം, വന്നോട്ട് ഇറങ്ങി പോകണം. ഈ ബോധത്തിലേക്ക് ചാടി കയറാൻ പറ്റൂല. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറണം, ചാടി കയറാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ബോധത്തിൽ പൂർണ്ണമായി ഇരിക്കുന്ന അവസ്ഥയാണ് സമാധി. നമ്മൾ തിരിച്ച് ബോധത്തിൽ ചെല്ലുക എന്നുള്ളതാണ് സമാധി, മോക്ഷം എന്നൊക്കെ പറയുന്നത്. അതിന് തലങ്ങളുണ്ട്. ഇപ്പം സപ്തവ്യാഹൃതികളുണ്ട്. ഭൂർഭുവ മഹർലോകം, ജനലോകം, പിതൃക്കളുടെ ലോകം, താപസന്മാരുടെ തപലോകം, സത്യലോകം. അവിടെ നിന്നാണ് ഗായത്രി ജപിക്കുന്നത്. എന്നിട്ട് നമ്മൾ കറങ്ങി അറിയാതാകുന്നു. ആ ദ്വാദശാന്തം ആപോ ജ്യോതിരസ്വമരം ബ്രഹ്മഭൂർഭുവസുരു ഓം ദ്വാദശാന്തം മേപ്പോട്ട്. താപ്പോട്ട് അകലം, വിതലം, തലാതലം, രഥാതലം, പാതാളം എന്നൊക്കെ പറയുന്നത് പാതാളം വരെയുള്ള ലോകങ്ങളുണ്ട്. സപ്തവ്യാഹൃതികൾ ഉണ്ട്. ഇതില് ക്രമമുക്തിയില് ഇങ്ങനെ ഓരോ ലോകങ്ങൾ കടന്നാണ് സമാധിയിലെത്തുന്നത്. ക്രമമുക്തി എന്ന് പറയും. അല്ലാതുള്ളത് ഒറ്റയടിക്ക് സമാധിയിലോട്ട് പോകുന്ന അവസ്ഥ. അത് അത്യപൂർവമായ ജന്മങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഒറ്റയടിക്ക് സമാധി പോകും. ശ്രീബുദ്ധനൊക്കെ ഒറ്റയടിക്ക് സമാധി പോയിട്ട് പുള്ളി കുണ്ടലിനി ചക്രങ്ങളെ കുറിച്ച് പോലും സംസാരിക്കുന്നില്ല. അതൊന്നും ഫീൽ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. മേലെ അങ്ങോട്ട് പോയി. മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ ഓരോ ചക്രങ്ങൾ ഓരോ ലോകങ്ങളാണ്. ആന്തരിക ലോകത്തിലേക്ക് പോകും. ശരിക്കും ഈ സ്ഥൂല ലോകം എന്ന് പറയുന്നത് ജഡത്വം പൂർണ്ണമായ, തമോ ഗുണം പൂർണ്ണമായ അവസ്ഥയാണ്. കല്ല്, ഭൂമി എന്നൊക്കെ പറയുന്നത്. ശരീരം എന്ന് പറയുമ്പോൾ ആ ജഡത്വത്തിന് ശകലം വ്യത്യാസം വന്നിട്ടുണ്ട്. ജലം, വായു, നീരാവി എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇതായി പോവാ, ഡൈല്യൂട്ട് ചെയ്തിട്ട് ബോധത്തിലേക്ക് പോവാണ്. ശുദ്ധബോധം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, സാക്ഷി ബോധ ചൈതന്യമാണ്. അതാണ് ബേസിക് ആയിട്ടുള്ള നിർമ്മാണ സാമഗ്രി. അതിനപ്പുറത്തേക്കില്ല പിന്നൊന്നും. ബോധമാണ് പരമായ സത്യം. ഈ പരമായ സത്യത്തിലേക്ക് പോകാനുള്ള വഴികളാണ് ഞാനീ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ അറ്റത്ത് വന്ന് നിൽക്കുക. ഇവിടുന്ന് എടുത്തങ്ങോട്ട് ചാടാൻ വലിയ പാടാ. ചിലപ്പോൾ താഴെ വീഴാനും ചാൻസ് ഉണ്ട്. അതാണ് ഈ തോക്കുമായിട്ട് കൊല്ലാൻ നടക്കുന്നത്. ഡയറക്റ്റ് ഈ ബോധത്തെ പിടിക്കാൻ പോകുന്ന ആൾക്കാരാ. ഇടയ്ക്കൊരു സ്റ്റെപ്പില്ലാത്ത ആൾക്കാരാ. ഒരു പടി കയറുമ്പോൾ ഒരു സ്റ്റെപ്പില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി, മൂക്കുത്തി താഴെ വീഴും. ചിലരൊക്കെ അപൂർവം ചാടിക്കടന്നിരിക്കാം, വലിയ വേന്ദ്രന്മാരായിട്ടുള്ള ഒരു അത് പൂർവ്വജന്മ കർമ്മഫലം. സാധാരണഗതിക്ക് ഇത് ഒറ്റയടിക്ക് പറ്റൂല. ജ്ഞാനം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ബോധമാണ്. അല്ല, പ്രജ്ഞാനഘനം എന്ന് വേദം പറയുന്നത്. പ്രജ്ഞാനഘനം
ആ ജ്ഞാനമെല്ലാം കൂടെ ഉറഞ്ഞു കൂടിയിരിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി സ്ഥാനം ആയ പ്രാജ്ഞൻ എന്ന് പറയുന്നത് മാണ്ഡ്യോപനിഷത്ത്. അപ്പം പൂർണ്ണബോധം മാത്രമാവുന്ന അവസ്ഥ അല്ല, ഈ പൂർണ്ണ ബോധമായിരിക്കുന്ന അവസ്ഥ റിസൾട്ട് അനുഭവിക്കുന്ന ആളൊക്കെ ഉണ്ടാവണം അവിടെ ഇതൊന്നും ഇല്ല. റിസൾട്ട് ദ്വൈതമല്ല, അദ്വൈതമാണ്. പൂർണ്ണബോധത്തിൽ ബോധം മാത്രമേ ഉള്ളൂ, അവിടെ വേറൊന്നുമില്ല, ശക്തി പോലും ഇല്ല, ശിവം മാത്രമേ ഉള്ളൂ, എനർജി പോലും ഇല്ല, സാക്ഷി ബോധ ചൈതന്യം. അത് ഈ ബോധം കൂടുന്നതനുസരിച്ചിട്ടാണ് ജ്ഞാനം ഉണ്ടാവുന്നത്. അവനൊരു ബോധമില്ലാന്ന് പറയും. ജ്ഞാനമാണ് റിസൾട്ട്, ബോധമല്ലെന്ന്. ബോധം കൂടുന്നതനുസരിച്ചിട്ട് അപ്പൊ ശരിയായി. ജ്ഞാനത്തിന്റെ റിസൾട്ട് അല്ല ബോധം. അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ശരിയായി. അതാ ഞാൻ പറഞ്ഞത്. ബോധം അല്ല അല്ല അല്ല, ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഈ വിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്. വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ നോളജ്, നോർമൽ നോളജ്. ജ്ഞാനം എന്ന് പറയുന്നത് തിരിച്ചറിവുകൾ, ദർശനങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞ സാധനം. ഈ ദർശനങ്ങളുടെ പാരമ്യതയിൽ പൂർണ്ണബോധമായി നമ്മൾ മാറും. ബോധം മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ തിരിച്ചറിവില്ല. അതാണ് പറഞ്ഞത്. ആദ്യം ഈ വിജ്ഞാനം നശിപ്പിക്കപ്പെടണം, എന്നാലും ജ്ഞാനത്തിലേക്ക് വരാൻ പറ്റും. വിജ്ഞാനം പുറത്തേക്കുള്ളതാണ്, ജ്ഞാനം അകത്തേക്കുള്ളതാണ്. ഒരു കാറ് നന്നായിട്ട് ഉണ്ടാക്കണമെങ്കിൽ യു നീഡ് വിജ്ഞാനം. ജ്ഞാനം ഉള്ളിലേക്ക് ഉള്ള നമ്മുടെ ഉള്ളിലോട്ടുള്ള നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ജ്ഞാനം വരുമ്പോഴാണ്. അവിടുന്ന് ഉള്ളിലോട്ടുള്ള യാത്ര തുടങ്ങിയാണ് സമാധി വരെ ചെല്ലുന്നത്. അപ്പോ അതിന് ഈ പ്രാണനെ അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാണനെ അറിയുന്നതാണ് ജ്ഞാനം. നെഗറ്റീവ് എനർജിയാണോ പോസിറ്റീവ് എനർജിയാണോ? നമ്മുടെ മുന്നിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നമുക്ക് എല്ലാ മൃഗങ്ങൾക്കും ഇതറിയാം, അവർക്ക് ആ ജ്ഞാനമുണ്ട്. നമുക്കുള്ളത് വിജ്ഞാനമാണ്. ആപ്പിൾ കഴിച്ച ഡോക്ടറെ അകറ്റാന്ന് ബെഞ്ചമിൻ ഫ്രാങ്കിൾ പറഞ്ഞു. ഇതൊരു വിജ്ഞാനമാണ്. അതിൽ മെഴുകുണ്ടോ കാർബൈഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് സ്റ്റിക്കർ പോലും നോക്കാതെ കട്ട് ചെയ്ത് കഴിക്കുന്നത് അജ്ഞാനമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം വിജ്ഞാനം ബെഞ്ചമിൻ ഫ്രാങ്കിൾ പറഞ്ഞത് അജ്ഞാനം ഇതറിയാം, അതുപോലും അറിയാൻ വയ്യാതെ ഇത് കഴിക്കുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞ ഒബ്സർവേഷനിലൂടെ പ്രാണനെ അറിയുന്നു. പട്ടിയും പൂച്ചയും കെമിക്കലുള്ള ഫുഡ് തൊട്ട് നോക്കിയിട്ട് സ്മെല്ല് ചെയ്ത് ടച്ച് ചെയ്ത് സ്മെല്ല്, പഞ്ചഭൂതങ്ങളിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ബോധം ഉണ്ടാകുന്നത്, ജ്ഞാനം ഉണ്ടാകുന്നത്. വിജ്ഞാനം മൈൻഡിലോട്ട് കയറ്റിയിട്ടുണ്ടാകുന്ന സാധനമാണ്, മെമ്മറി ആയിട്ട് കണക്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. മെമ്മറി ആയിട്ട് കണക്ട് ചെയ്ത് ബെഞ്ചമിൻ ഫ്രാങ്കിളിന്റെ പറഞ്ഞതിന് മെമ്മറി എടുക്കുമ്പോഴാണ് നമ്മൾ ആപ്പിൾ കഴിക്കുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഈ പട്ടിയും പൂച്ചയും കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ അവനവന്റെ ഫുഡ് അറിയാൻ വയ്യാത്ത ഒറ്റ ജീവിയേ ഉള്ളൂ, വിജ്ഞാനമുള്ള മനുഷ്യൻ. ജ്ഞാനമുള്ള മനുഷ്യന് ഇതറിയാം. അപ്പം ഞാൻ പറഞ്ഞ പട്ടിക്ക് ബോധമുണ്ട്, വിജ്ഞാനമില്ല, പക്ഷെ ജ്ഞാനമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഫുഡ് ഒരു ലാബിലും പോയാതെ ടെസ്റ്റ് ചെയ്യാതെ അതിന് മനസ്സിലാവുന്നു. മണപ്പിച്ച് നോക്കി എത്ര ടേസ്റ്റ് ഉണ്ടായാലും തട്ടികളും നേണ്ട കിടക്കുന്നു, എന്നെ സാധനം പറഞ്ഞാൽ അതിൻ്റെ പടിക്ക് പോകും, സ്മെല്ല് ചെയ്യും, ടച്ച് ചെയ്യുന്നു. അത് ബോധത്തിൽ നിന്നാണ് പ്രാണനെ അറിയാന്ന്. എല്ലാത്തിലും പ്രാണനുണ്ട്. ഈ പ്രാണൻ എനിക്ക് നെഗറ്റീവാണ്, ഈ പ്രാണൻ പോസിറ്റീവാണ്. നിങ്ങൾക്കൊരു പട്ടിയെ പറ്റിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കള്ളം പറയുന്നവന് അവന്റെ പ്രാണൻ വികലമായി സഞ്ചരിക്കുന്നത് പട്ടിക്ക് മനസ്സിലാവും. എന്തോ കുഴപ്പമില്ല, എന്താണെന്ന് അറിയില്ല, അത് വിജ്ഞാനമുള്ളവർക്ക് മനസ്സിലാകത്തുള്ളായിരിക്കും. പക്ഷെ ഈ ജ്ഞാനം വിജ്ഞാനം കൂടെ കണക്ട് ചെയ്താൽ സൂപ്പറാണ് വെളിയിലോട്ടുള്ള കാര്യങ്ങൾക്ക്. ആ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത ലെവലാണ്. ആ പ്രജ്ഞാനത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് രണ്ടും മനസ്സിലാകും. അതെ അതെ, കറക്റ്റാണ്. അപ്പം ശരിയാണ്. അന്നേരം ഈ അതാ ഞാൻ പറഞ്ഞത്. ജ്ഞാനം എന്ന് പറയുന്നത് ബോധം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട്, ബോധം ഡെവലപ്പ് ചെയ്യുന്നത് ഈ വിജ്ഞാനം മാറുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. എനിവേ ബോധം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഉണ്ടാകുന്ന തിരിച്ചറിവുകളാണ്, അല്ല വിജ്ഞാനമല്ല ജ്ഞാനം. ബോധം കൂടുമ്പോൾ ജ്ഞാനം ഉണ്ടാവും. അർജുന, സാത്വിക ഗുണം ഏറ്റവും കൂടി നിൽക്കുന്നിടത്ത് ജ്ഞാനം പ്രകാശിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ആ ജ്ഞാനം ഉണ്ടായി കഴിയുമ്പോൾ ഒരാൾക്ക് ബോധം കൂടുമ്പോൾ അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു.
അപ്പോൾ ദർശനങ്ങൾ കിട്ടുന്നു. അതിലൂടെ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രജ്ഞാനം. അപ്പോൾ അവിടെ പറയും പ്രജ്ഞാനം ബ്രഹ്മ. അത് പൂർണ്ണ സമാധി. സവികൽപ്പ സമാധിയിൽ ഇരിക്കുമ്പോഴാണ് പ്രജ്ഞാനം ഉണ്ടാകുന്നത്. നിർവികൽപ്പ സമാധിയിൽ ഇരിക്കുമ്പോൾ പൂർണ്ണ പ്രജ്ഞാനം ഉണ്ടാകും. ജ്ഞാനത്തിൽ നിന്ന് സമാധിയിൽ നിന്ന് സവികൽപ്പ സമാധി വിജ്ഞാനത്തിന്റെ പോയി വരും. വികൽപ്പ സമാധി അടുത്ത സ്റ്റേജാണ്. നിർവികൽപ്പ സമാധി അടുത്ത സ്റ്റേജ്. അവിടെ കൊണ്ട് തീരുന്നില്ല. 16ാമത്തെ പോസ്റ്റ് അതുകൊണ്ട് തീരുന്നില്ല. ഇനിയുണ്ട്. പിന്നെ മുക്തിയാണ്. അല്ല, ഋതംബര പ്രജ്ഞ എന്നൊക്കെ ഒരു സാധനമുണ്ട്. യോഗശാസ്ത്രം പറയുന്നു, അഷ്ടാംഗ യോഗം പറയുന്നു. അപ്പം അത് ഓരോ തല ഇങ്ങനെ നടക്കും. ഇത് നമ്മൾ അനുഭവിച്ചറിയാനുള്ളത്. നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞത് കാര്യമില്ല. നമുക്കിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ ഇലക്ഷനിൽ തോറ്റെന്ന് നമ്മൾ പറയാനുള്ളതാണ്. ഇപ്പം അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പറഞ്ഞാട്ടെ കേൾക്കട്ടെ. ഇന്നലെ തിരുമേനി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 4 അവസ്ഥകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് 4 അവസ്ഥകൾ? ആരോഗ്യം, സാമീപ്യം, സായുജ്യം ഉണ്ടല്ലോ. 4 അവസ്ഥ. ഇത് 4. അതേ കണക്ക് അത് തന്നെയാണ് നമുക്ക് നമ്മുടെ എന്താണ് മനസ്സിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ ആ തലങ്ങളിലാണ് പോവുക. തലങ്ങളാണ് പോകുന്നത്. ആ തലങ്ങൾ പോകുമ്പോൾ 4 തരത്തിലുള്ള ഹോർമോൺസ് ആണ് ഉണ്ടാകുന്നത്. ഡോപ്പമിൻ, മെലറ്റോണിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ. ഈ 4 ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിൽ മന്ത്രങ്ങൾ ജപിച്ചു. ശരീരം കൊണ്ട് മന്ത്രം ജപിക്കുന്നു. എനിക്ക് ശരീരം, മനസ്സ്, ബോധത്തിന് സാധനങ്ങളാണ് ഉള്ളത്. ഇതാണ് എന്റെ തിയറിയാണ്. ഞാൻ പറയുന്നത് തിരുവിനോട് ചോദിക്കുകയാണ്, ശരിയാണോ ചോദിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ ശരീരം കൊണ്ട് ഞാൻ മന്ത്രം ജപിക്കുന്നു. ഞാൻ മന്ത്രം ജപിച്ചൊരു മന്ത്രമോ അർത്ഥമോ എന്തോ ആയിക്കോട്ടെ, ഞാനത് മനനം ചെയ്യുന്നു. മനനം ചെയ്യുമ്പോൾ അതിനെ അടുത്ത തലത്തിലേക്ക് കയറാനായിട്ട് ഞാൻ എന്താണ് എന്റെ ഹോർമോൺസ് ഉപയോഗിക്കുന്നു. ഹോർമോൺസിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യും. മന്ത്രങ്ങൾ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യും. 6 ചക്രങ്ങളിൽ കൂടെ മന്ത്രങ്ങൾ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഓരോ തലങ്ങളിൽ സാരോഗ്യ, സാമ്പത്തിക, സാഹിത്യം, സാഹിത്യം ഇതിലേക്ക് വരും. അപ്പോൾ ഞാനത് മനസ്സിനെ കടക്കണം. ഈ മനസ്സിനെ ഇല്ലാതാക്കും. മനസ്സിനെ കടന്നാൽ മാത്രമേ ബോധത്തിലേക്ക് കയറാനായിട്ട് ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യും. ആ ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ബോധത്തിൽ ചെയ്യേണ്ടത്. അത് ആ ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോധമായി. ബോധത്തിൽ കയറിയാൽ പിന്നെ ഞാനില്ല, മനസ്സുമില്ല, ശരീരവുമില്ല. മനസ്സിലായില്ലേ? ആ ന്യൂറോൺസിന്റെ അവിടെ നിന്ന് കട്ടായി. പിന്നെ ഈ ബോധത്തിൽ കയറുന്നത് വരെ മാത്രമേ നമുക്ക് തലച്ചോറ് ആവശ്യമുള്ളൂ. പിന്നെ തലച്ചോറ് നെറ്റാണ്, വേറെ ഒരു മീഡിയം മാത്രമേ ഉള്ളൂ. പിന്നെ ഇല്ല. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ മുതൽ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള തിയറിയാണ്. അത് വാലിഡേറ്റ് ചെയ്യാനാണ് ഞാൻ തിരുവിനോട് ചോദിച്ചത്. അത് ശരിയാണ്. അതില് ഓരോന്ന് ജ്ഞാനം, വിചാരം, പ്രജ്ഞാനം, അങ്ങനെ 4 തരങ്ങൾ. അതിന്റെ സാരോഗ്യ, സായുജ്യമാണ്. പിന്നെ അതിലാണ് സമാധി, സകലവർഗ സമാധി, വികല്പ സമാധി, നിർവികല്പ സമാധി. അത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് വരുന്നത് ഈ സാലോക്യ സാമീപ്യ സാരൂപ്യം എന്ന് പറയുന്നത് ഭക്തി യോഗം ആയിട്ട് ബന്ധപ്പെട്ട 4 തലങ്ങളായിട്ടാണ്. സാഖ്യത്തിൽ തലങ്ങളുണ്ട്. അതെ. ഈ സാഖ്യം എന്ന് പറയുന്നത് സംഖ്യം എവിടെയെങ്കിലും പറയുന്നുണ്ടോ? സംഖ്യ ഉണ്ടോ? സാഖ്യം എന്നാണ് പറയുക. സംഖ്യ ഉണ്ടോ? ഏതെങ്കിലും സംഖ്യ പറയുന്നുണ്ടോ എവിടെയെങ്കിലും? ഈ 3ആയിട്ട് തിരിഞ്ഞിരിക്കുന്ന സത്വര സമസ് 3ന്റെ ഗുണങ്ങളായിട്ട് വരുന്നു. എത്ര സംഖ്യ ഉണ്ട്? ചോദിക്കുന്നത് അസംഖ്യം. സംഖ്യ എത്രയാണ്? അസംഖ്യം എന്നുള്ളതല്ലേ? അല്ല, സംഖ്യ ഉണ്ട്, നമ്പർ ഉണ്ട്. എത്ര സംഖ്യ ഉണ്ടെന്നുള്ളതാണ്. സാങ്കേതിലോ? അല്ല, ഞാൻ സംഖ്യ എത്ര ഉണ്ടോ ചോദിച്ചത്. അനന്തമല്ലേ അത്? അല്ല, പറഞ്ഞോണ്ട് 0 മുതൽ അറിയില്ല. 0 മുതൽ 0 വരെ. 0 മുതൽ 1, 2, 3, 9 വരെ. പിന്നെ 0 ആണല്ലോ. 9 തുടങ്ങിയല്ലേ? ഇതിന്റെ കോമ്പിനേഷൻ ആണല്ലോ ബാക്കി നമ്പറുകൾ. സംഖ്യ എന്ന് പറയുന്നത് 0 മുതൽ 0 വരെ. 0 ആദ്യത്തെ 0 എന്ന് പറഞ്ഞാൽ ശൂന്യവും അവസാനത്തെ 0 എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ്. രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഒന്നായി. ഒന്നാണെന്നുള്ളതാണ് നമ്മൾ അറിയുന്നതാണ് തത്വം. ശരിയാണ്. ഇത് പ്രായോഗികം എങ്ങനെ നേടാമെന്നുള്ളതാണ് പ്രധാന ക്വസ്റ്റ്യൻ. സംഭവം പറയുമ്പോ സിമ്പിളാണ്. പറയുമ്പോ സിമ്പിളാണ്.
ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതി. കാരണം എന്താണെന്നറിയാവോ? പറഞ്ഞാൽ നമ്മൾ ഈ സത്വര സമസ്ത്രിഗുണങ്ങളുടെ സാമരസ്യത്തിൽ നിന്ന് മാത്രമേ ബോധം ഉയരത്തുള്ളൂ. അതാണ് സമഭാവനയിൽ സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കുകയാണ് അർജുനോട് പറയുന്നത്. സൂക്ഷ്മതലത്തിൽ സ്ഥിതപ്രജ്ഞനാവുന്ന ആളിനെ ഇതിനെ ആധിവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു വലിയ കെണിയാണ്. ശൂന്യം എന്ന് പറയുന്നത് പൂർണ്ണമുള്ള ഒന്നാണ്. ശൂന്യമാക്കുന്നതാണ് പൂർണ്ണത്തിൽ നിൽക്കുന്നതാണ്. നമ്മൾ ഈ ശൂന്യം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതാകുമോ? അത് അങ്ങനെയല്ല. അത് പൂജ്യം ഇല്ലാതാകുക എന്നുള്ളതല്ല. അവിടെ നമ്മൾ ഈ പൂജ്യം എന്ന് പറയുന്നത് ഇതിന്റെ സാമരസ്യത്തിൽ വരുന്ന ഒരു ഇക്വിബിലിയമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഇക്വിബിലിയത്തിലാണ്. ഈ സമാവസ്ഥയിലാണ് പ്രപഞ്ചത്തിന് നിലനിൽപ്പ്. ഈ ഭൂമി ശകലം മുന്നോട്ടോ ശകലം പുറമോട്ടോ കയറിയ ജീവനില്ലാതെ അതിനുള്ള സാഹചര്യം. ഓരോ കാര്യങ്ങളും ചൂടും തണുപ്പും ശകലം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം, ഷുഗർ ശകലം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം. ലോകത്തിലെല്ലാം ഈ ബാലൻസിങ്ങിൽ അതാണ് പൂജ്യം എന്ന് പറയുന്നത്. ശരിക്കും ഒന്നുമില്ലാത്ത അവസ്ഥയല്ല ശരിക്കും. അപ്പം അങ്ങനെയുള്ള സമാവസ്ഥയിൽ പ്രപഞ്ചം തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ സമാവസ്ഥയ്ക്ക് ത്രിഗുണങ്ങളിൽ ഡിഫറൻസ് വരുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാകുന്നതെന്നാണ് സാങ്ക്യം പറയുന്നത്. ഞാൻ പറയുന്നത് അപ്പൊ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമ്മൾ അന്നമയത്തിൽ നിൽക്കുമ്പോഴുള്ള ഈശ്വരനല്ല മനോമയത്തിൽ, മനോമയത്തിൽ നിൽക്കുമ്പോഴുള്ള ഈശ്വരനല്ല പ്രാണമയത്തിൽ. എനർജി ലെവലിൽ വരുമ്പോൾ ഭദ്രകാളി വേറെയാണ്. അന്നമയത്തിൽ നമ്മൾ ആ വിഗ്രഹമായിരിക്കാം, അതേ മനസ്സിലാവത്തുള്ളൂ അന്നമയത്തിൽ നിൽക്കുന്ന ഒരാൾക്ക്. മനോമയത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ സങ്കല്പങ്ങളും ഒക്കെ, ഭദ്രകാളി സങ്കല്പങ്ങളും കഥകളും ശിവന്റെ ജട പിടിച്ചടിച്ച അല്ലേ ഒരു സംഭവം വരുന്നത്, അതെല്ലാം നമ്മുടെ മനസ്സിൽ വരും. ദേവി എന്ന് പറയുമ്പോൾ പ്രാണമയത്തിൽ വെച്ചുമ്പോൾ ഊർജ്ജം, നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രാണമയത്തിൽ ഊർജ്ജം, നമ്മുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വൈബ്രേഷണൽ ഫീൽഡാണ് ദേവത. അവിടുന്ന് നമ്മൾ പ്രാണമയം വിജ്ഞാനമയത്തിലെത്തുമ്പോൾ ഈ ബോധത്തിൽ നിന്നുകൊണ്ട് ഈ പ്രാണനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലുള്ളതാണ് ദേവത. നമ്മളപ്പോൾ ഒന്നായി തുടങ്ങി, ദേവതയും നമ്മളുമായിട്ട് അദ്വൈതത്തിലേക്കാണ്. അന്നമയത്തിൽ നമ്മൾ രണ്ടും രണ്ടാണ്. മനോമയത്തിൽ കുറച്ചുകൂടെ എടുത്തു, അമേരിക്കയിൽ നിന്നും വീഡിയോ കോൾ ചെയ്യാം. പ്രാണമയത്തിലെത്തുമ്പോൾ ഒരു ഊർജത്തിന്റെ രണ്ടറ്റമാണ്. മനസ്സിലായോ? അദ്വൈതത്തിലേക്കാണ് പോകുന്നത് അല്ലേ? വിജ്ഞാനമയത്തിലേക്കും ആനന്ദമയത്തിലെത്തുമ്പോൾ നമ്മൾ ഒന്ന് തന്നെയാണ്. അത് പ്രായോഗികമായി എങ്ങനെ മനസ്സിലാക്കാൻ മനസ്സിലാവുന്നുണ്ടോ? ധ്യാനം സൈലന്റ് ആവും, അദ്ദേഹം നമ്മുടെ മൈൻഡ് സ്റ്റോപ്പ് ആവും. യോഗശ്ചിത്തവൃത്തി നിരോധന എന്ന് പതഞ്ജലി പറയുന്നു. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് യോഗം. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴേ പ്രാണനെ അറിയാൻ പറ്റത്തുള്ളൂ. പ്രാണനെ അറിയുന്ന ആളിനെ ബോധത്തെ അറിയാൻ പറ്റും. ബോധം അറിയുന്ന ആളിനെ, പ്രാണനെ അറിയാവുന്ന ആളിനെ കർമ്മഫലങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ മാത്രമേ ഉയർന്ന ലോകത്തേക്ക് ബോധത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പഞ്ചകോശങ്ങളിൽ അന്നമയത്തിൽ നിന്ന് മനോമയം സ്റ്റോപ്പാക്കുമ്പോൾ പ്രാണമയത്തിലോട്ട് വരും. അവിടുന്ന് വിജ്ഞാനമയത്തിലെത്തുമ്പോൾ അറിവുണ്ടാകും, അവിടുന്ന് ആനന്ദമയത്തിലെത്തുമ്പോൾ സമാധി എത്തും. ഇതാണ് എൻ്റെ പ്രോസസ്സ്. ഈ ധ്യാനാവസ്ഥ ഡെവലപ്പ് ചെയ്യണം. പ്രത്യാഹാര ധ്യാനത്തെ കൂടെ ഉദ്ദേശിക്കുന്നതാണ്. അത് ഡെവലപ്പ് ചെയ്തിട്ട് കയറി 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 മനസ്സുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യും. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്ത് മനസ്സിനെ വെളി വെച്ചിട്ട് പ്രാണമയത്തിൽ വിജ്ഞാനത്തിന് സമാധി വരെ പോകാൻ പറ്റുന്ന പറയുമ്പോൾ മനസ്സിനെ വെളി വെക്കുമ്പോൾ മനസ്സുണ്ടാക്കി എടുത്തിട്ടുള്ള സകല ജ്ഞാനത്തെയും വെളി കളയേണ്ടി വരും. അതിനകത്ത് നമ്മുടെ വേദാന്തം വരും, തന്ത്രം വരും, വൈദികം വരും, സകലതും വരും. നമ്മുടെ ഈശ്വരനും വരും. ഇപ്പം ആ ബോധാവസ്ഥയിരുന്നപ്പോൾ അവിടെ ഈശ്വരനും ഞാനും ഒന്നും സെപ്പറേറ്റ് ഒന്നും ഇല്ലല്ലോ, ചിന്തയില്ലല്ലോ, ഒന്നുമില്ലല്ലോ. അതിരിക്കുമ്പം അതിങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങും. ആനന്ദവും ഹാപ്പിനെസ് ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങും. അത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവും.
അപ്പം നമ്മുടെ ഉള്ളിലെ പ്രേതം നശിപ്പിക്കപ്പെടും, ഇല്ലാതാവും. നമ്മുടെ ആകെത്തുകയായ വിജ്ഞാനത്തിൻ്റെ കൂട്ടിവെച്ചിരിക്കുന്ന ആകെത്തുകയായ പേഴ്സണാലിറ്റി ഡീകോഡ് ചെയ്യപ്പെടും. അപ്പോഴേ മോക്ഷം കിട്ടത്തുള്ളൂ. അത് പിന്നെ ഇങ്ങനെ പ്രേതമായിട്ട് അലിഞ്ഞിരിഞ്ഞ് നടക്കും, പിന്നെ വീണ്ടും ബർത്തെടുക്കും, അങ്ങനെ നടക്കും. അപ്പം അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോധത്തെ ഉണർത്തി കൊണ്ടുവരുന്നതനുസരിച്ചിട്ട്, ബോധത്തെ ഉണർത്തുകയല്ല ചെയ്യുന്നത്, ഈ ബോധത്തെ മറച്ചു വെച്ചിരിക്കുന്ന അജ്ഞാനമാകുന്ന മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അത് പിന്നെയും കയറി വരും. ഞാൻ അറിവുള്ള ആളാണ്, ഞാൻ ശ്രീവിദ്യ ഉപാസകനാണ്, എനിക്ക് ദേവിയെ അറിയാം. ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോവാണ്. പിന്നെ നമുക്കൊരു പണി കിട്ടുമ്പോഴാണ്, അയ്യോ എനിക്കെന്താ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്താ. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഈഗോയിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ദേവി ഞാൻ വിളിച്ചാൽ വരുമെന്നുള്ള ഇതിൽ. അപ്പോൾ ഞാനൊരു ഭയങ്കര സംഭവമായി അവിടെ. അപ്പോൾ ദേവിയായിട്ടുള്ള കണക്ഷൻ പോയി. ഇതറിയാതെ ദേവിയെ വിളിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര ജപമാണ്, പക്ഷേ മൊത്തം പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് മാറ്റി കൊടുക്കും. സിമ്പിളായിട്ടുള്ള അവസ്ഥയിലെത്തും അവർ. ഞാൻ എന്നുള്ള സംഭവം പോകും. അപ്പോൾ വീണ്ടും ട്രാക്കിൽ വരും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നം വരും. അപ്പോൾ ഇതെന്താ ഇത്രയും ജപിച്ചിട്ട് പ്രശ്നം, അത് വരുമ്പോഴാണ് മനസ്സിലാവും ഇതിങ്ങനെ മാറ്റി. അപ്പോൾ അങ്ങനെ ഞാൻ എന്നുള്ളത് നമ്മുടെ ബോധത്തിൽ പറ്റിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് പറ്റിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ തുടച്ച് കണ്ണാടി വൃത്തിയാക്കി കൊണ്ടേയിരിക്കാം തുടർച്ചയായിട്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ക്ലീനായിട്ട് ഇരിക്കും സ്ഥിരമായിട്ട്. പക്ഷെ അതാണ് ശരിക്കുള്ള. അപ്പോൾ പിന്നെ ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ്. ഈ ഫസ്റ്റ് ലെവലിലേക്ക് കയറി കിട്ടാനാണ് പാട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ് കിട്ടും. ഈ മൈൻഡിൻ്റെ തലം കടന്നു കിട്ടാനാണ് ഏറ്റവും പാട്. അവിടെ പല രീതിയിൽ ഞാനൊരു താന്ത്രികനാണെന്നോ, ഞാനൊരു പൂജാരിയാണെന്നോ, എനിക്കൊരു ഫോം വന്നാൽ പോയില്ലേ. ഇതൊക്കെ എൻ്റെ അഹമല്ലേ. ചിലക്ക് ഞാൻ ഒന്നിനും കൊള്ളത്തില്ലെന്നാ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഞാനിങ്ങനെ ആയിപ്പോയി, എൻ്റെ വീട്ടുകാരിങ്ങനെ ആയിപ്പോയി, നാട്ടുകാരിങ്ങനെ ആയിപ്പോയി. ഞാൻ എന്നുള്ളതിന് അമിത പ്രാധാന്യം നമുക്ക്. ഞാൻ എൻ്റെ അറിവുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ കണ്ടെത്തലുകൾ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വിഷം, ഇതെല്ലാം ആകത്തുകയാണ് ഞാൻ. ഈ ഞാനാണ് പ്രേതം എന്ന് പറയുന്നത്. കുറച്ച് നല്ല ചിന്തകളുള്ള ആൾ നല്ലൊരു പ്രേതമാണ്, അത്രേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പോസിറ്റീവ് പ്രേതമാണ്. പക്ഷെ ആളുകളെ ഉപദ്രവിക്കത്തില്ല, അവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും കുറഞ്ഞ വർഷം പ്രകാശത്തിൻ്റെ ലോകത്ത് നിൽക്കാൻ, ദേവന്മാരുടെ ലോകത്ത് നിൽക്കാൻ പറ്റും, നല്ല രീതിയിലൊക്കെ വരുവാണ്. പക്ഷെ മുക്തി എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല. നമ്മൾ ഈ പറയുന്ന സംഭവം തരണം ചെയ്ത് വരണം. ഇപ്പോൾ ഒരാളെ സഹായിക്കണമെന്ന് തോന്നുന്നത് പോലും ഒരു ബന്ധനമാണെന്നാണ് പറയുന്നത്. അത് സാഖ്യയോഗം ക്ലിയറായിട്ട് ഗീതയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡീകോഡ് എടുത്താൽ മതി. പറയുന്നത് അല്ലയോ അർജുന, തമസ് അജ്ഞാനത്തോട് ബന്ധനം ഉണ്ടാക്കും, അറിവില്ലായ്മയോട് ക്രൂരതയോടൊക്കെ തമസ് ബന്ധനം ഉണ്ടാക്കും. അറിവില്ലായ്മ വരുമ്പോൾ ഞാൻ രണ്ടാം തോന്നിട്ട് നിങ്ങളോട് ഉപദ്രവിക്കുക എന്തോ ആകാം, നിങ്ങൾക്ക് വേദന എടുക്കാൻ എനിക്ക് അറിയുന്നില്ല, അങ്ങനെ പ്രശ്നമില്ല എന്നുള്ള സംഭവങ്ങൾ ഈ ബോധത്തിലോട്ട് വരാത്തതുകൊണ്ട്. ബോധത്തിലോട്ട് വരുന്നതിൻ്റെ ഇപ്പോഴാണ് ജ്ഞാനം ഉണ്ടാവേണ്ടത്. പ്രാണനെ അറിയാം, ഇയാൾ നെഗറ്റീവാണ്, ഇയാൾ എനിക്ക് പണി തരും. പക്ഷെ പുറമെ നോക്കി ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്, എല്ലാവരും പോയി അതിനകത്ത് വീഴും, പണി കിട്ടും, നമ്മൾ മാത്രം രക്ഷപ്പെടും, നമ്മൾ ഇറങ്ങാത്തതുകൊണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ബോധം കൂടി വരുമ്പോൾ ഉള്ള ഗുണമാണ്. പ്രാണനെ അറിയാൻ പറ്റും. ഈ ഫുഡ് എനിക്ക് പറ്റിയതല്ല, ഈ വ്യക്തി എനിക്ക് പറ്റിയതല്ല, ഈ ജോലി എനിക്ക് പറ്റിയതല്ല, ഈ കല്യാണം എനിക്ക് പറ്റിയതല്ല. ഇതൊക്കെ സമയാസമയത്ത് അറിയാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. അത് ബോധമില്ലാത്തതുകൊണ്ട്. ബോധമില്ലാത്ത എന്താ? ഈശ്വരോപാസന ഇല്ലാത്തതുകൊണ്ട്. തമോ ഗുണങ്ങൾ കയറുന്നുണ്ട്, ബാധകൾ കയറുന്നുണ്ട്, സാത്വിക ഗുണമായിട്ടുള്ള ദൈവീയ പോലുള്ള ഉപാസനകൾ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ ഗുണങ്ങളുടെ സാമരസ്യം വരും. അപ്പോൾ ബോധം ഉണ്ടാവും. ഈ സാത്വികൻ്റെ രാജസികൻ്റെ ആവശ്യം കൂടെ ബാലൻസ്ഡാവും. ദൈവീയെ വിളിക്കുമ്പോൾ നെഗറ്റീവ് എനർജികൾ മാറി അവിടെ ഒരു ബാലൻസ് വരും. അപ്പോൾ അതിനധിവർത്തിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ തെറ്റായി എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ പിന്നിൽ ഈ സാഖ്യയോഗം തന്നെയാണ്. ഈ സത്ര സമസ്ത ഏറി ഇറങ്ങി മാറിയും കിടക്കുക അല്ലേ. അപ്പം ഈ ഗുണങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ആദ്യത്തെ ഇപ്പം തമസ അജ്ഞാനത്തോട് ബന്ധനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അല്ലയോ അർജുന, ആ രജസ് മോഹത്തോട് ബന്ധനം ഉണ്ടാക്കും, ആഗ്രഹത്തോട് ബന്ധനം ഉണ്ടാക്കും. രാജസീയ ഗുണമുള്ളവർക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ നടക്കും. അതാണ് അവരുടെ ആകത്തുക രാജസീയ ഗുണം. എപ്പോഴും ഇങ്ങനെ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ എങ്ങനെ വളച്ചു കൊടുക്കുക. അവിടെയും കുറച്ചൊക്കെ മനസ്സിലാക്കും, നിങ്ങളെ മനസ്സിലാക്കും. എന്തിനാ? എൻ്റെ കാര്യം നടക്കാനായിരിക്കും. മറ്റേ ഒന്നും മനസ്സിലാക്കത്തില്ല തമോ ഗുണമുള്ളപ്പോൾ. തീവ്രവാദികളൊക്കെ അങ്ങനെ ഒരു ബോധവുമില്ല, അവൻ ഞാൻ ചാവുക എന്നുള്ളത്.
അപ്പം നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, എന്നെ പോട്ടെ. അപ്പോൾ ഒരു ബോധമില്ല. രജോ ഗുണത്തിൽ ചില മന്ത്രിമാരൊക്കെ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ അവർക്ക് വേണ്ടതൊക്കെ നമുക്ക് രാഷ്ട്രീയപരമായി അവർക്ക് വേണ്ടത് നേടും, നമുക്ക് വേണ്ടത് നമ്മളെ മനസ്സിലാക്കി നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ മൂലം അങ്ങനെ ചെയ്യും. രജോ ഗുണം അത് നല്ലതാ കുറേയൊക്കെ. അത് ഓവറായിക്കുമ്പോൾ തമോ ഗുണമാവും. പോട്ടെ. സാത്വിക ഗുണമുണ്ട്. അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ നന്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാത്വിക ഗുണം. അപ്പം ഈ സാത്വിക ഗുണം ഉള്ളപ്പോഴാണ് ശരിക്കും ജ്ഞാനം പ്രകാശിക്കുന്നത്. അപ്പൊ ശരിക്കും ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തോ പ്രത്യേകത? ഏത് ഗുണമായിരിക്കും? ശരിക്കും ജ്ഞാനമുള്ള ആളിന് ഏത് ഗുണമായിരിക്കും? അല്ല, ഗുണാതീതോ ഭവാർജുന. 3 ഗുണങ്ങളെയും അധിവർത്തിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ 3 ഗുണങ്ങളെയും അധിവർത്തിക്കാന്നാണ് പറയുന്നത്. സാത്വികം രാജസ് താമസികം അജ്ഞാനത്തോട് ബന്ധനം ഉണ്ടാക്കും, രജസ് മോഹത്തോട് ബന്ധനം ഉണ്ടാക്കും. സാത്വികത എന്തിനോടെങ്കിലും ബന്ധം ഉണ്ടാക്കുന്നുണ്ടോ? സാത്വികത സുഖത്തിനോട് ബന്ധനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. സുഖത്തിനോട് ഇങ്ങനെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോസിറ്റീവായിട്ട്, വളരെ പോസിറ്റീവായിട്ട് സാത്വികമായി മാത്രം സംസാരിച്ച് സാത്വിക ഭക്ഷണം മാത്രം കഴിച്ചു ഇങ്ങനെ നിൽക്കുന്ന ആളെ പിടിച്ചിറക്കി 2 അടി അങ്ങോട്ട് കൊടുത്താൽ കംപ്ലീറ്റ് ലൈഫ്. കാരണം ഈ ഗുണമായിട്ടൊന്നും ഇവരെ കുറേ ആളായിട്ട് ബന്ധമില്ല. എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അറ്റാച്ച്മെന്റ് ഒരു ഗുണമായിട്ടും പാടില്ലെന്നാണ് കൃഷ്ണൻ പറയുന്നത്. എന്നിട്ട് 3 ഗുണങ്ങളെ അധിവർത്തിച്ച് നീ ഗുണാതീതനായാലും അർജുനന് പറ്റിയത് സദ്ഗുണ വൈകല്യം, സാത്വികത കൂടിപ്പോയിട്ട് വന്ന പ്രശ്നം ഇടയ്ക്ക്. അതുകൊണ്ട് ഇവരോടൊന്നും ഞാൻ യുദ്ധം ചെയ്യത്തില്ല. പോരിൽ അവരെന്നെ കൊന്നാലും കുഴപ്പമില്ല, എനിക്കിവരെ കൊല്ലാൻ വയ്യ. എൻ്റെ ബന്ധുക്കളേക്ക് അത് വളാക്കും. അഹോ, കൊടിയ പാപം ചെയ്യാൻ ഞാൻ ഇറങ്ങി തിരിച്ചല്ലോ കൃഷ്ണ. എൻ്റെ ഗാന്ഡീവം കയ്യിൽ നിന്ന് വീഴുന്നു, ഡിപ്രഷൻ, വിറയ്ക്കുന്നു, എൻ്റെ ശരീരം തളരുന്നു. അല്ല, കൃഷ്ണൻ പറയുന്നു, അർജുന മഹാബാഹു എന്നൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെ തളർച്ച ധീരന്മാർക്ക് ചേർന്ന പണിയല്ല. നീ ബുദ്ധിമാൻ്റെ കൂട്ടൊക്കെ സംസാരിക്കുന്നു, മണ്ടത്തരം കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇങ്ങനെ അല്ല ചിന്തിക്കേണ്ടത്, ഇവിടെ നീ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറയാം. പാസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ ബന്ധുക്കളായിട്ടൊക്കെ തോന്നുന്നു. പാസ്റ്റ് സത്യമല്ല. ജ്ഞാനചക്ഷുസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ കണ്ണ് പ്രസൻറ്റിലേക്ക് വന്ന് നോക്കൂ. ശത്രുക്കൾ അവർ ബന്ധുക്കളാണ് എവിടെ നിൽക്കേണ്ടത്? ഇവിടാണോ അവിടാണോ? നീ പറഞ്ഞോ അവരെ മുത്തച്ഛനും ബന്ധുക്കളും അവരൊക്കെ, അത് പാസ്റ്റല്ലേ. ബന്ധുക്കളാണ് പ്രസന്റിലേക്ക് വരാൻ. നമ്മൾ ധ്യാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസന്റിൽ, ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കുന്നതാണ് പലരുടെയും ധാരണ. ഒരിക്കലുമല്ല. പ്രസന്റിൽ നിൽക്കുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. സത്യലോകത്ത് നിൽക്കുന്നതിന് തുടരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രസന്റിൽ നിന്നിട്ട് നോക്ക്. സത്യലോകത്ത് നിന്ന് നോക്കുമ്പോഴേ ജ്ഞാനം ഉണ്ടാവത്തുള്ളൂ. എനർജി, പ്രാണൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവിടുത്തെ സാങ്കേയോഗം. അവരുടെ തമോ ഗുണത്തിൽ നമുക്കെതിരായിട്ട് നിൽക്കുക പ്രാണൻ. ഇത്രയും ആളുകളെ വ്യക്തികളായിട്ട് കാണാതെ അവരെ പ്രാണനായിട്ട് കാണാൻ പറയുകയാണ് ഇൻഡയറക്ട്ലി കൃഷ്ണൻ. ആ പ്രാണൻ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഇത് മാത്രമേ നോക്കാവൂ. അങ്ങനെയാണ് സാങ്കേയോഗം നമ്മളെ മോചിപ്പിക്കുന്നത്. നമ്മുടെ സ്വന്തം മോനാണെന്നുള്ള പാസ്റ്റാണ്. ഇപ്പൊ അവൻ വെട്ടൂത്തെടുത്ത് നിൽക്കുക നമ്മളെ വെട്ടാൻ. അവിടെ സാങ്കേതികം പ്രയോഗിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. തമോ ഗുണത്തിൽ നിൽക്കുക, വേറെ തമോ ഗുണം എനിക്കെതിരായിട്ട് വരുന്നു, അത്ര എനിക്കറിയാവും. പട്ടിയും പൂച്ചയൊക്കെ കുറച്ചുകൂടെ പ്രാണനെ അറിഞ്ഞ് ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ഇങ്ങനൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഫാമിലി എന്ന് പറഞ്ഞത് ഈശ്വരന്റെ ഈ സിദ്ധാന്തത്തിനൊക്കെ ഈശ്വരനെതിരാണ്. സത്യത്തിൽ കുടുംബം എന്ന് പറയുന്നത് ഈശ്വരനെതിരാണ്. സാങ്കേയോഗം വെച്ച് നോക്കിയാൽ എളുപ്പം മനസ്സിലാവും ഞാനീ പറയുന്നത്. ആ അറ്റാച്ച്മെന്റ് ഒരു മനുഷ്യനല്ലാതെ ലോകത്ത് ആരെങ്കിലും ഏതെങ്കിലും മൃഗം ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? ഫാമിലി ആയിട്ട് കഴിയുന്നുണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കുന്നവരെ നോക്കുന്നവരെ കൂടെ നിൽക്കും, അത് കഴിയുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നു. സകല ന്യൂറോസിസിനും സൈക്കോസിസിനും കാരണം ഫാമിലിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ മനുഷ്യൻ സന്തോഷമായിട്ട് കഴിഞ്ഞാനെ. പക്ഷെ ഇത് പറയാൻ പറ്റത്തില്ല. ഇടി കിട്ടിയ നല്ല ഇടി കിട്ടുക. ഫാമിലിക്ക് കുറെ ഗുണങ്ങളുണ്ട്, അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ ദോഷം അങ്ങ് സഹിക്കാൻ വെച്ചേക്കണം. ഫാമിലി കുറേ ഗുണങ്ങളും ഉണ്ട് കേട്ടോ. എന്ത് ഗുണമാണ്? ഗുണമുണ്ട്, അത്ര അറിഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങ് പിരിഞ്ഞുകൂടെ നോക്കാം. അപ്പോൾ നമുക്ക് പിരിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഗുണമുള്ളതല്ലേ.
അപ്പോൾ അത് കുറച്ച് സഹിക്കണം, അതിൻ്റെ ബുദ്ധിമുട്ട്. സാരമില്ല. അപ്പം കുറേ ഗുണങ്ങളുണ്ട് തീർച്ചയായിട്ടും എന്ന് പറയുന്ന ആരോഗ്യത്തിന് നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സാങ്കേതിക സിദ്ധാന്തത്തെ ജീവിച്ചാൽ ഭയങ്കര സുഖമാണ്, തീരുമാനങ്ങൾ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് പ്രായോഗികമാക്കിയാൽ തിയറി ആയിട്ട് ഇടാൻ പറ്റത്തില്ല, അത് പ്രായോഗികമാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര ഗുണമാണ്. അപ്പോൾ അർജുൻ തീരുമാനം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയാം ഇങ്ങനെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിപ്പോഴാണ് ഒരു ശത്രുക്കളല്ലേ, അപ്പോഴാണ് ബോധം പറ്റുന്നത്. വീണ്ടും ഫ്യൂച്ചറിന്റെ പിടിയിലേക്ക് പോയി. ഇവരെയൊക്കെ ഞാൻ കൊല്ലണ്ടായ, പക്ഷെ വേണ്ട അമ്മ അയച്ചാൽ മതി, ഞാനൊക്കെ എല്ലാവരും ചാവത്തില്ല, മേടിക്കണ്ട, ഞാൻ തീരുമാനിക്കും ആരൊക്കെ ചാവണം വേണ്ട, നിന്റെ ഡ്യൂട്ടി ചെയ്യാൻ പറയാണ്. ഫലേച്ഛ കൂടാതെയുള്ള ഫലം ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകും നമ്മളെ. ഗോൾസ് ആൻഡ് ഡ്രീംസ് എന്ന് പറയും. ഡ്രീംസ് പോസിറ്റീവാണ്, ഗോൾസ് നെഗറ്റീവാണ്. ഗോൾ വെക്കുമ്പോൾ തന്നെ അത് കിട്ടുമില്ലയോ എന്നുള്ള ടെൻഷനായി. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ യാഥാർത്ഥ്യമായ ലോകമല്ലേ. ഒരു വില്ലാളി വെറുതെ അമ്പ ചെയ്യുമ്പോൾ കൊള്ളുകയും, സെന്നിനകത്ത് പറയും, സെൻ ബുദ്ധിസത്തിൽ. പക്ഷെ ഒരു പണത്തൂക്കം പൊന്നിന് വേണ്ടി ആകുമ്പോൾ ഒരിക്കലും അത് കൊള്ളാതിരിക്കുകയും ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ തോക്കെടുത്ത് ഇവിടെ വെടിവെക്കുക, ഏറ്റത്തെ പുറത്ത് കൊള്ളിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് വെടിവെക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും കൊള്ളും. പക്ഷെ ഇവിടെ ഒരു കോടി രൂപയുടെ നോട്ട് കെട്ട് തുറന്നു വെച്ചിട്ട് പറയും ഇത് തരാം, ഒറ്റ വെടിക്ക് കൊള്ളിക്കണം, ഒറ്റ കൈ തറയ്ക്കും. കാരണം ഭയങ്കര ശ്രദ്ധ മുഴുവൻ ഫ്യൂച്ചറിലേക്ക് പോയി. ഇല്ലാത്തൊരു ഫ്യൂച്ചർ സംഭവിച്ചിട്ടില്ല ഇതുവരെ. മറ്റേത് ആ പ്രസന്റ് കർമ്മത്തിൽ പൂർണ്ണ ശ്രദ്ധയുണ്ടായിരുന്നു, ഫ്യൂച്ചർ ഇല്ലാത്തതുകൊണ്ട്. അതാണ് ഗീത പറയുന്നത്. അപ്പം നമ്മളെ തമോ ഗുണത്തിലേക്ക് കൊണ്ടുവന്നത് ഫ്യൂച്ചറും പാസ്റ്റും ചേർന്നിട്ടാണ്. സാത്വിക ഗുണം പ്രശ്നമാണ്, പക്ഷെ ഗുണാതീതത്തിൽ നിന്നാലേ മൈൻഡ് ശാന്തമാകത്തുള്ളൂ. അത് സ്ഥിരപ്രജ്ഞനായിട്ട് യുദ്ധം ചെയ്യാൻ പറയുന്നത്. ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം ലോകത്തില്ല ശരിക്കും പറഞ്ഞു. അപ്പം ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നത് മനസ്സിനെ നിരോധിച്ചുകൊണ്ടാണ്. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബോധമുണ്ടാവും. മനസ്സുള്ളപ്പോൾ ഒരിക്കലും ബോധം ഉണ്ടാവില്ല. കാരണം മനസ്സ് പാസ്റ്റും ഫ്യൂച്ചറും ചേർന്ന് ഉണ്ടായിട്ടുള്ളൂ. കാരണം ഊർജത്തിൻ്റെ ചലന നിയമ സിദ്ധാന്തം, ഊർജത്തെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ബോധത്തിലായിരിക്കണം എന്നാണ് നിയമം. ഊർജത്തിൻ്റെ ഏത് ഫോം നിങ്ങളെടുത്തു, ഇലക്ട്രിസിറ്റി സ്വിച്ച് നന്നാക്കാൻ പാസ്റ്റും ഫ്യൂച്ചറും ആലോചിച്ചുകൊണ്ട് പോയി പിടിച്ചാൽ എന്തോ പറ്റും? ചിന്തിച്ചുകൊണ്ട് പിടിച്ചാൽ ബോധം വർക്ക് ചെയ്യുമോ? അപ്പോൾ എന്ത് പറ്റും? ചത്തുവോ? അത്രോ സിമ്പിൾ. വളരെ ലളിതമാണ് സംഗതി. ആൻസർ ടെസ്റ്ററുമായിട്ട് ചെല്ലുക, ബോധമില്ല. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു നിമിഷം ബോധം നഷ്ടപ്പെടുമ്പോഴല്ലേ ഈ ലൈൻമാന്മാരും പലരും കത്തിപ്പോയിട്ടുള്ളത്. എത്രയോ ആളുകൾ ആണോ അല്ലയോ? അല്ലേ അല്ലേ? ഒരു പട്ടി ചുമ്മാ ക്രോസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. വല്ലതൊക്കെ ആലോചിച്ചിട്ട് പട്ടി ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഇടിക്കും എന്ന് പറഞ്ഞ പോലെ വിളക്ക് കത്തിക്കുമ്പോൾ, തീപ്പെട്ടി ഉറച്ച് കത്തിക്കുമ്പോൾ ബോധത്തിലല്ലെങ്കിലോ പ്രസൻറ്റിലല്ലെങ്കിലോ 5 ഇന്ദ്രിയങ്ങളുടെ ബോധത്തിൽ നിന്നില്ലെങ്കിൽ പാസ്റ്റും ഫ്യൂച്ചറുമായി ചിന്തകൾ വന്നാൽ കൈകൊള്ളും. വെള്ളം ഒഴുകി വരുമ്പോഴോ പാസ്റ്റിലും ഫ്യൂച്ചറിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അല്ല, പ്രസൻറ്റിലായിരിക്കണം. ഊർജത്തിൻ്റെ ഏത് ഫോമുമായി ബന്ധപ്പെടുമ്പോഴും അത് അനുകൂലമാവുമ്പോൾ, പ്രസൻറ്റിൽ നിന്നും ബോധത്തിൽ നിൽക്കുമ്പോൾ, മനസ്സിൽ നിൽക്കുമ്പോൾ ഇത് പ്രതികൂലം. ഈശ്വരൻ പ്രാണനാണ്. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് പ്രാണൻ പ്രവർത്തിക്കുന്ന അവസ്ഥ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഊർജ്ജം പ്രാണനാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്യൂച്ചറിലും പാസ്റ്റിലും നിന്ന് പോയാൽ ഉറപ്പായിട്ടും ഫെയിലിയർ ആവത്തില്ലേ? അതുകൊണ്ടാണ് യോഗ ചിത്തവൃത്തി നിരോധനം പതഞ്ജലി പറയുന്നത്. മനസ്സിൽ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് യോഗ എന്ന് പറയുന്നത്. പ്രസൻറ്റിൽ വന്ന് ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ പ്രസൻറ്റിൽ ഹാൻഡിൽ ചെയ്താൽ വിജയിക്കും. ഇപ്പം ഇവിടെ എന്തോ വേണ്ടേ പ്രധാനമായിട്ട് ആലോചിക്കും. അത് പിന്നെ അതൊക്കെ പിന്നല്ലേ ചെല്ലിങ്ങനെ പറയാം, അറിയുള്ളൂ. ഇപ്പം എന്തോ വേണ്ട അത് ആലോചിക്കും. അത് പണ്ടിങ്ങനെ, അത് പണ്ടല്ലേ, ഇപ്പോഴത്തെ കാര്യം പറ അല്ലേ? അപ്പോൾ ഊർജ്ജം നമുക്ക് അനുകൂലമാണെങ്കിൽ നിർബന്ധമായിട്ട് പ്രസൻറ്റിലായിരിക്കണം. ഏത് ഊർജ്ജം? പ്രത്യേകിച്ച് പ്രാണം, ദേവതകൾ, നല്ല ദേവതകളൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നു ബോധത്തോടു കൂടി പൊയ്ക്കുമ്പോൾ നല്ല ദേവത വന്ന് പ്രവർത്തിക്കുന്നത്. ഈ ബോധത്തിൽ നിൽക്കണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യണം. അതാ പ്രത്യേക ധ്യാനം ചെയ്യാനും പറഞ്ഞത്. അപ്പോൾ ഈ ദേവതകളെ ആധ്യാത്മികം, അധിദൈവികം, അതിഭൗതികമായിട്ടുള്ള താപത്രയാഗ്രസമ്പത്തെ സമാഹ്ലാദന ചന്ദ്രിക എന്ന് പറഞ്ഞ് താപത്രയങ്ങളെ അതിവർത്തിച്ച് വേണം ബോധമുണ്ടായി സമാധിയിൽ വരെ പോവാൻ. എന്താണോ
നമ്മുടെ ഉള്ളിലുള്ളത് അത് കണ്ടെത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും ബോധത്തിലെത്തത്തില്ല. നമ്മുടെ ഉള്ളിലുള്ളത് കംപ്ലീറ്റ് എം ടി ആയി കഴിയുമ്പോൾ അവിടെ ഉള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്താണ്. അതേ കൂടെ കയറി പോയാലേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ഉള്ളിലുള്ള പേഴ്സണാലിറ്റി നിർവീര്യമാക്കി സീറോയിലേക്ക് വരണം. അപ്പോൾ ദേവത അതിലേക്ക് പ്രവേശിക്കും. നമ്മളില്ലെങ്കിൽ പിന്നെ അവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പം സത്വരജസ്തമസ്ഗുണങ്ങളെ കൃത്യമായ രീതിയിൽ അറിയാനുള്ള എനർജി സെൻസിറ്റിവിറ്റി ഉണ്ടാകാൻ ധ്യാനം വേണം, മെഡിറ്റേഷൻ വേണം. ധ്യാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാണൻ്റെ വൈബ്രേഷൻ ഫീൽഡുകളുടെ ഗതിവിഗതികൾ, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ, ഇതൊക്കെ അറിയാൻ പറ്റുമ്പോൾ പ്രാണമയ കോശം കടന്ന് വിജ്ഞാനമയ കോശത്തിലെത്തും. വിജ്ഞാനമയ കോശമല്ല സത്യത്തിൽ, അത് ജ്ഞാനമയ കോശമാണ്. ആ ജ്ഞാനമയത്തിൽ എത്തും. പക്ഷേ അത് വിജ്ഞാനമയെന്ന് പതുക്കെ പറഞ്ഞ് അങ്ങനെ അറിയപ്പെടുന്നത് കൊണ്ട് നമ്മൾക്കും അങ്ങനെ പറഞ്ഞെങ്കിലേ മനസ്സിലാവത്തുള്ള ആളുകൾക്ക്. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. സത്യത്തിൽ അത് ജ്ഞാനമയ കോശം. വിജ്ഞാനം എപ്പോഴും പുറത്തുള്ളതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം മനസ്സിലാകാൻ വേണ്ടി നമ്മൾ വിജ്ഞാനമയ കോശം എന്ന് പറയുമ്പോഴും മനസ്സിലായിക്കോണം അത് ജ്ഞാനമയ കോശമാണ്. അപ്പം ജ്ഞാനമയ കോശം മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനത്തിൽ വരുമ്പോൾ നമുക്കൊരാളെ കണ്ടാൽ മനസ്സിലാവും. അടുത്ത അയാളുടെ വൈബ്രേഷൻ അടിക്കുമ്പോൾ മനസ്സിലാവും ഇവൻ്റെ വൈബ് നമുക്ക് നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഫുഡ് നമുക്ക് നെഗറ്റീവാണ്. അപ്പോൾ കർമ്മഫലങ്ങൾ ബെറ്ററാകും. പ്രാണൻ അനുകൂലമാകുമ്പോൾ കർമ്മഫലങ്ങൾ ബെറ്ററാകുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്. സത്യത്തിൽ ആനന്ദമാണ് ഇവിടെ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞു മൊബൈൽ 10,000 രൂപയുടെ മൊബൈൽ 30,000 രൂപയുടെ മൊബൈലിലേക്ക്. 30,000 രൂപയുടെ മൊബൈലിന് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, കുറച്ചുകൂടെ GB ഉണ്ട്, കുറച്ചുകൂടെ സ്പീഡുണ്ട്, കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. ശരിയല്ലേ? സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ എന്തുണ്ട്? ആനന്ദമുണ്ട്. ശരിയല്ലേ? അപ്പോൾ സത്യത്തിൽ അയാൾ വയ്ക്കുന്ന എന്താണ് അവിടെ? 10,000 രൂപയുടെ ആനന്ദം, 30,000 രൂപയുടെ ആനന്ദം. ശരിയല്ലേ? ഇപ്പം ഈ ആനന്ദത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാം ഓടുന്നത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി. കാരണം പൈസ കൂടുതലുണ്ടെങ്കിൽ 30,000 രൂപയുടെ മൊബൈൽ വാങ്ങിക്കുമ്പോൾ അതിനൂടെ ഫ്രീഡം കിട്ടുമ്പോൾ അത്രയും ആനന്ദം ഉണ്ടാവും. അപ്പോൾ സത്യത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അല്ലേ? അപ്പോൾ അയാൾ ശമ്പളം തരുന്നത് എന്തിനാണ്? നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, ആ ശമ്പളം കിട്ടുമ്പോൾ ആനന്ദം കിട്ടുമെന്നുള്ളതുകൊണ്ടല്ലേ. മറ്റേ അപ്പോൾ നമ്മുടെ ശക്തി മുഴുവൻ പ്രയോഗിക്കുന്നത് എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ചേസ് ചെയ്യുന്നത്? ആനന്ദത്തെ ബേസ് ചെയ്തിട്ട്. മറ്റേയാൾ നമുക്ക് കാശ് തരുന്നത് എന്താ? അയാൾ വലിയ BMW എടുക്കണമെങ്കിൽ അയാളുടെ വലിയ ആഗ്രഹങ്ങൾ, നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമ്പോൾ അയാളുടെ വലിയ ആഗ്രഹങ്ങൾ നടക്കും. അപ്പോൾ അയാൾക്ക് കൂടുതൽ ഫ്രീഡം കിട്ടും, ആനന്ദം കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അപ്പോൾ അയാൾ സത്യത്തിൽ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? അപ്പോൾ പ്രപഞ്ചം മുഴുവൻ മൂവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇക്വിലിബ്രിയത്തിൽ വരാൻ. കാരണം നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ 0 പോയിന്റിലെത്തി സമാധി, സന്തോഷം, ശാന്തം, ആ ഇക്വിലിബ്രിയത്തിൽ വന്ന് ഈ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളൊക്കെ ഈ സാമരസ്യത്തിലെത്താൻ വേണ്ടിയല്ലേ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അല്ലേ? ന്യൂട്രൽ ഗ്യാസസ് എന്തോ ആവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. പണ്ടേ കണക്ക് വരുവാൻ വേണ്ടി. അപ്പം ശരിക്കും ആനന്ദം എന്നുള്ളതാണ് അടിസ്ഥാന നമ്മുടെ എല്ലാം ബേസ്. ഈ ബേസിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്തപ്പാടാണ് നമ്മൾ ഈ ശരീരം എടുത്ത് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പേക്കൂട്ടുകളും. നമ്മൾ ഇത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് സുഖം കിട്ടുവാണ്, ആനന്ദം കിട്ടുന്നില്ല. കാരണം ആ മൊബൈൽ കിട്ടി അത് ചീത്തയാകുമ്പോൾ ദുഃഖമായി. സുഖം ദുഃഖമാവാൻ പറ്റും, ആനന്ദം സ്ഥിരമാണ്. ഈ സന്തോഷം മനസ്സിലും ആനന്ദം ബോധത്തിലുമാണ്. ആനന്ദം ബോധത്തിലാന്ന് പറയാം. അപ്പം ഈ സന്തോഷം ഈ ബോധത്തിൻ്റെ സ്ഫുരണമാണ്. സന്തോഷം ബോധത്തിൻ്റെ സ്ഫുരണമാണ്. പക്ഷെ അത് ആ ബോധമായിട്ടുള്ള ബന്ധം ഉടനെ കട്ടായി പോകും. അപ്പം നമുക്ക് ദുഃഖമാവും. ഇല്ല. പക്ഷെ നമുക്ക് ഈ സന്തോഷം എന്ന് പറയുന്ന സാധനം എന്തുവാ? സുഖം. സന്തോഷം എന്ന് പറയുന്നത് സുഖമല്ലേ? അല്ല, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മനസ്സിനൊരിക്കലും സുഖം ഉണ്ടാവില്ല. മനസ്സ് എന്ന് പറയുന്ന സാധനം സുഖത്തിനെതിരാണ്. മനസ്സില്ലാതാകുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് സുഖം ഉണ്ടാവുക.
എൻ്റെ ജീവിതം കുറച്ച് മാറിയിട്ടാണ് അവിടെ മനസ്സിന് ഒരിക്കലും സുഖം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ആനന്ദം നമ്മുടെ അടിസ്ഥാനപരമായ ഗുണമാണ്. നമ്മൾ എപ്പോഴാണോ പഞ്ചകോശങ്ങളിൽ ഈ ആനന്ദമയ കോശവുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോഴൊക്കെ നമുക്ക് ആനന്ദം ഉണ്ടാവും. പക്ഷേ ഈ ആനന്ദം അനുഭവിച്ച് വരുമ്പോൾ നമ്മുടെ ഈ ബന്ധം കട്ടായി പോകും. ഏതെങ്കിലും കോശങ്ങളിൽ വൈറസ് കയറിയിട്ട് മനസ്സിന് നെഗറ്റീവ് കയറിയിട്ടാവാം, പ്രാണനിലൊരു ബാധ കയറിയിട്ടാവാം, അന്നമയത്തിലൊന്ന് വണ്ടിയെന്ന് വീണിട്ട് കാലൊടിഞ്ഞിട്ടാവാം. ഏതെങ്കിലും കോശങ്ങളിൽ നെഗറ്റീവ് കയറുമ്പോൾ ഈ ആനന്ദവുമായിട്ടുള്ള ബന്ധം, ആനന്ദമയ കോശം നമ്മുടെ ബേസുമായിട്ടുള്ള ബന്ധം കട്ടായി പോകുന്നതുകൊണ്ടാണ് ഇത് സുഖം എന്ന് വിളിക്കപ്പെടുന്നത്. സത്യത്തിൽ സുഖവും സന്തോഷവും ആനന്ദം തന്നെയാണ്. പക്ഷെ ആനന്ദം എന്ന് വിളിക്കാത്തത് ഇത് പിന്നീട് ഈ കട്ടായി പോകുന്ന അവസ്ഥയുള്ളതുകൊണ്ട് നീണ്ടു നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. ഇത് രണ്ടും ആനന്ദമാണ്. അതുണ്ടാവുന്നത് മനസ്സ് സ്റ്റോപ്പാകുമ്പോൾ മാത്രമാണ്. മനസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും, മനസ്സെന്ന് പറഞ്ഞാൽ എന്താ, പാസ്റ്റും ഫ്യൂച്ചറും ചേർന്ന ചിന്തകളാണ്. ചിന്തകളല്ലേ മനസ്സെന്ന് പറയുന്നത്, അല്ലേ? ചിന്തകൾ ഏത് പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറാണ്, ശരിയല്ലേ? ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കുകയാണെങ്കിൽ മെമ്മറി പോകണ്ടേ? പാസ്റ്റിൽ പോകാതെ ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുക, മെമ്മറി പോകാതെ ഒന്ന് ചിന്തിച്ചേ, എന്തെങ്കിലും ഓർമ്മയിലോട്ട് പോകാതെ ചിന്തിച്ചേ, ചിന്തിച്ചേ. മെമ്മറി പോകുന്നുണ്ട്. മെമ്മറി പോകാതെ ചിന്തിക്കാൻ പറ്റത്തില്ല. പാസ്റ്റിൽ പോകാതെ ചിന്തിക്കാൻ പറ്റില്ല. പ്രസന്റ് ഇരിക്കുന്ന ചിന്തയില്ല. അപ്പോൾ ഈ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ഡോറാണ്, വൈ ആക്സിസാണ്. അതുവരെ എക്സ് ആക്സിസ്, പാസ്റ്റ് ഫ്യൂച്ചർ. എന്നെ ആരാണ്ട ഒന്നും എനിക്ക് ആരെങ്കിലും കൊള്ളണം, ബാധ പറയുന്നവർക്ക്. അവർക്ക് പ്രസന്റ് ഇല്ല, ഇന്ദ്രിയങ്ങളില്ല. ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ മറ്റേ പ്രസന്റിൽ വരാൻ പറ്റും. കാണാനോ കേൾക്കാനോ സ്പർശിക്കാനോ മണക്കാനോ രുചിക്കാനോ ഇതെല്ലാം പ്രസന്റിൽ സംഭവിക്കുന്ന പ്രോസസ്സാണ്. ബ്രീത്ത് പ്രസന്റിൽ സംഭവിക്കുന്ന പ്രോസസ്സാണ്. ചിന്തയിലോട്ട് പോയി കഴിഞ്ഞാൽ പാസ്റ്റായി, എന്നിട്ട് ഫ്യൂച്ചർ സങ്കല്പിക്കും. പണ്ട് തീയെ തൊട്ടപ്പോൾ കൈ പൊള്ളി, ഇനിയും കൈ പൊള്ളു. എനിക്കിത് പണ്ട് പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇനിയും പറ്റത്തില്ല. പണ്ട് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും പറ്റും. അപ്പോഴും ശ്രദ്ധ പോകും. അപ്പോൾ പാസ്റ്റും ഫ്യൂച്ചറും ചേരുന്നതാണ് ചിന്തകൾ. ചിന്തയ്ക്ക് ഒരിക്കലും പ്രസന്റ് ആവാൻ കഴിയില്ല. ഇപ്പം ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റിൽ വരിക. പ്രസന്റിൽ വരുമ്പോൾ ആനന്ദമായ കോശം ലാവയൊക്കെ പൊട്ടി വെളിയിൽ വരണമുണ്ട്. പ്രസന്റിലേക്ക് വരുമ്പോൾ ആനന്ദം വെളിയിലോട്ട് വരും. ഒരു കാറ് BMW, നിങ്ങളുടെ വണ്ടി എന്നാ പിടിച്ചു. 10 വർഷം ഇതിനു വേണ്ടി ഓടിയതല്ലേ, പിടിച്ചു. 10 വർഷമായി കാറ് ഫ്യൂച്ചറാണ്. ടെൻഷനാണ്, കിട്ടുമോ. എങ്ങനെയെങ്കിലും കാര്യങ്ങളും പറ്റിച്ച് കാറ് കിട്ടിക്കഴിയുമ്പോൾ താക്കോൽ ഇങ്ങോട്ട് വരും. നിങ്ങളുടെ വണ്ടി, ഇപ്പോൾ വണ്ടി പിടിച്ചു. ഇതെന്താ വണ്ടി? നിങ്ങളുടെ വണ്ടി. ഹോ, പിന്നെ നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുമോ? ഇല്ല. തുറക്കുന്നു, അകത്ത് കയറിയിരിക്കും. മണം, നല്ല മ്യൂസിക്, ധും ധും എന്നുള്ള മ്യൂസിക്, കുഷ്യൻ, ടച്ച്, സ്മെല്ല്, സൗണ്ട്, കാഴ്ച, കേൾവി സ്റ്റിമുലേറ്റ് ചെയ്ത് ആ ആത്മാവിന്റെ ദാഹം തീർക്കുക. വാസന, ഡിസയർ ഫുൾഫിൽ ചെയ്യുവാണ്. കാണണം, കേൾക്കണം, തിന്നണം, കുടിക്കണം, മണക്കണം. ഇതാണ് നമ്മുടെ ശരീരം, ജീവിതം. ഡിസയറാണ്, വാസനകളാണ് ജന്മം എടുക്കുന്നത്. മനുഷ്യനല്ല ജീവനുള്ളത്, വാസനകൾക്കാണ്. അവരാണ് ജന്മം എടുത്ത് ജീവിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാസനകളുടെ ആകെ തുകയാണ് ഞാൻ. ഇപ്പം എൻ്റെ വാസന ഞാൻ ഫുൾഫിൽ ചെയ്യും. വാസന ഫുൾഫിൽ ചെയ്യുമ്പോൾ മൈൻഡില്ല, അല്ലേ? ഏതെങ്കിലും വാസന ഫുൾഫിൽ ചെയ്യുമ്പോൾ, നല്ല ഫുഡ് കഴിക്കുമ്പോൾ മൈൻഡ് വന്നാൽ അത് ആസ്വദിക്കാൻ പറ്റില്ല. ഒരു നിമിഷം ചത്താൽ മതി, എന്തൊരു ടേസ്റ്റാണ്. മൈൻഡില്ല, പ്രസൻറ്റിൽ വന്നു 100%. അപ്പോൾ ബാഹ്യ ബോധം, യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി അവിടെ സംഭവിക്കുന്നു. അഷ്ടാംഗയോഗം അവിടെ സംഭവിക്കുന്നു. എന്താണ്? എല്ലാ അഷ്ടാംഗയോഗത്തിന്റെ ബേസിലായി തന്ത്രവും വേദാന്തവും എല്ലാം പോകുന്നു. അപ്പോൾ ഒരു ഫുഡ്, വെറൈറ്റി ഫുഡ് കിട്ടി, അതിങ്ങനെ എടുത്തു പോകും. അപ്പോൾ എന്താ? യമം, മനസ്സിന് സ്റ്റോപ്പ് ചെയ്യുക. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, ദയാർജവം, ക്ഷമാദിത്വം, മിതാഹാരം, ശൗചം, തേത്വ, യമാദശ, 10 യമങ്ങൾ പറയുന്നത് യാജ്ഞവൽക്യൻ, പതഞ്ജലി 5 മനസ്സിനെ കൺട്രോൾ ചെയ്യാനാ. അഹിംസ, സത്യം പറയുക, മോഷ്ടിക്കാതിരിക്കുക, അങ്ങനെ 10 യമങ്ങൾ. ശരിയല്ലേ? ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്കിത് സംഭവിക്കുന്നുണ്ടാ, നമ്മൾ മനസ്സ് സ്റ്റോപ്പാവും. വെറൈറ്റി ഫുഡാണെങ്കിൽ ഇല്ലേ, നമ്മളിങ്ങനെ കഴിച്ചോണ്ടില്ല, ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കഴിച്ചോണ്ടിരിക്കും. വെറൈറ്റി ഫുഡ്, ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ അടിപൊളി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ട് അത് കഴിക്കാനായിട്ട് അവിടെ പോയതാണെങ്കിൽ അത് വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് വന്നു, മനസ്സിനെ സ്റ്റോപ്പ് ചെയ്തു. നിയമം, തപസ്, സന്തോഷം, ആസ്തിക്യം, ദാനം, ഈശ്വര പൂജനം, സിദ്ധാന്ത ശ്രവണം ചെയ്യുന്ന ഹ്രീം അധിഷ്ഠ ജപോ വ്രതം. ഹ്രീ എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങളുള്ളത്, നാണം, ജപം, വ്രതം, ഇതെല്ലാം ശരീരം കൊണ്ട് ചെയ്യുന്ന നിയമങ്ങൾ. യമം, നിയമം.
10 നിയമങ്ങൾ ചെയ്യുന്നു. എന്താണ്? ശാരീരിക ശുദ്ധി. അതാണ് നിയമം. ഈശ്വരനെ അറിയുന്നതിൻ്റെ ഭാഗമാണ്. ശരിയല്ല, നമ്മൾ പോയി കൈ കഴുകത്തില്ലേ ഫുഡ് കഴിക്കാൻ നേരം? കയ്യിലൊരു അഴുക്ക് മല ഇരുന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിയില്ലേ? അഴുക്കിരുന്ന് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ പോയി കൈ കഴുകും. അപ്പോൾ മാനസിക ശുദ്ധി, ശാരീരിക ശുദ്ധി, ഇത് എല്ലാത്തിലും ഉണ്ട്. പാട്ട് കേൾക്കുമ്പോൾ അതിലും ഇതിലൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല. എക്സാമ്പിൾ പറയും, ഇതൊരു ഫുഡിൻ്റെ ചിലപ്പോൾ മനസ്സിലാവും. അപ്പം യമ നിയമം. പിന്നെന്താ? ആസന. നമ്മൾ വളഞ്ഞിരുന്നുകൊണ്ട് ഫുഡ് കഴിച്ചാൽ നമുക്ക് രുചിക്കോ? ബ്രീത്ത് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ മണം അടിക്കണം. അപ്പോൾ നമ്മൾ അതിലുപരി നമുക്ക് വളഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖിക്കത്തില്ല. അറിയാതെ നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇങ്ങനെ നിവർന്നിരിക്കണം. മറ്റ് ഇലയൊക്കെ ചെന്ന് എന്തിനാ നിവർന്നിരിക്കുന്നത്? ഇങ്ങനെ ഇരുന്നാ കഴിച്ചാൽ പോലും. എപ്പോഴും എല്ലാം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അറിയാതെ ഈ അഷ്ടാംഗയോഗം സംഭവിക്കുന്നുണ്ട് ആനന്ദം അനുഭവിക്കുമ്പോഴൊക്കെ. ഇത് ഋഷിമാർ റിസർച്ച് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയെന്നത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളു. എന്താണ് ഇങ്ങനെ ഇരിക്കും? ആസനസിദ്ധി. സ്ഥിരം സുഖാസനെ പതഞ്ജലി പറയുന്നു. 3 ശ്ലോകമേ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഹഠയോഗത്തിലുള്ള ഈ തലവത്തിൽ നിൽക്കുന്നതല്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ സുഖമായിട്ട് ആ നല്ല പോർഷനിൽ ഇരിക്കാൻ പറ്റണം. പോസിറ്റീവ് പ്രാണം പോസിറ്റീവ് ആവാനാണ്. ഞാൻ എന്നുള്ള ഫീലിങ്സ് ഇവിടെ വരുന്ന കാര്യം പറഞ്ഞല്ലേ, ഇവിടെ വരും ഞാൻ എന്നുള്ള ബോധം. അതിന് വേണ്ടിയാണ്. അപ്പോഴും പോസിറ്റീവായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ നെഗറ്റീവായിട്ട് അധികം വരുന്നത്. അപ്പം ഞാൻ എന്നുള്ള ഇവിടെ വരും. നിവറിലിരിക്കും. ആസനം, പ്രാണായാമം. പ്രാണായാമം ചെയ്യാറില്ലേ? ഫുഡ് വന്നിരിക്കുമ്പോൾ, നല്ല വെറൈറ്റി ഫുഡ് വന്നിരിക്കുമ്പോൾ പ്രാണായാമമായില്ലേ? മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് കഴിച്ചാൽ അറിയാൻ പറ്റുമോ? ടേസ്റ്റ് അറിയാൻ. പനി വരുമ്പോൾ നമുക്ക് അറിയത്തില്ല, മൂക്കടഞ്ഞിരിക്കുന്നുണ്ട്. ആ തന്മാത്രകളുള്ളിൽ വരണം. അപ്പോൾ യമ നിയമം, ആസനം, പ്രാണായാമം, ശകലമെടുക്കുന്നു, പ്രത്യാഹാരം. ഈ ബാഹ്യബോധം ഈ ഫുഡിലൂടെ ആന്തരിക ബോധമായിട്ട് യോഗം ചെയ്യാൻ തുടങ്ങുക. അവിടുന്ന് അങ്ങോട്ട് ആന്തരിക യോഗം തുടങ്ങുക. ഇത് ബാഹ്യയോഗം. പ്രത്യാഹാരം. അപ്പോൾ അതെന്താണെന്ന് ധാരണ ചെയ്തു. അവിടെ വന്നു ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത് ധരിച്ചു. ഉള്ളിൽ ധാരണ ചെയ്തു. ധാരണ. ഒരു നിമിഷം ആ സുഖം ഇങ്ങനെ അനുഭവിക്കുന്നു. ജനന മരണ ചക്രങ്ങളിൽ പോലും ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാകും. ഞാൻ ആനന്ദ സ്വരൂപനാകും മനസ്സിലാകും. ഒരു സെക്കൻഡ് നേരത്തേക്ക് ചത്താമതി. ഇതൊരു ടേസ്റ്റാണ്. ചത്താമതി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുന്നതാണ്, അല്ലാതെ ചുമ്മാ അങ്ങ് പറയുന്നതല്ല. അത്ര ടേസ്റ്റ് വരണം. പക്ഷെ ചുമ്മാ അതൊന്നും വരത്തില്ല. 2 ദിവസം ഇതേ റെസ്റ്റോറൻറ്റ് വന്ന് ഈ ഫുഡ് കഴിച്ചാൽ ഇത് വരത്തില്ല. പോയി ഇത് പാസ്റ്റാക്കി റെസ്റ്റോറൻറ്റിലേക്ക് വന്നാണ് വരുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. ഒരു നിമിഷത്തേക്ക് സമാധിയെ അറിയും. ഇതിൻ്റെ എക്സ്പാൻഷനാണ് ശ്രീവിദ്യ. ഇപ്പം അന്നമയത്തിൽ നിന്ന് മനോമയത്തിലെത്തി, മനസ്സിനെ സ്റ്റോപ്പ് ചെയ്തു, പ്രാണമയത്തിലെത്തി. അപ്പോൾ എനർജി വരുന്ന അറിയുന്നു. ബാക്കി പ്രാണനും ആന്തരിക പ്രാണനും അകത്തേക്ക് വന്ന് യോജിക്കുന്നു. പ്രാണമയത്തിലെത്തി, വിജ്ഞാനമയം ധ്യാനത്തിലെത്തി, വിജ്ഞാനമയത്തിലെത്തി, സുഖം ആനന്ദമയത്തിലെത്തി. ഇത് തന്നെ സെക്സിൽ സംഭവിക്കുന്നുണ്ട്. ഇത് തന്നെ പാട്ട് കേൾക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. പാട്ടിൻ്റെ ആരോഹണമാണോ അവരോഹണമാണോ എന്തോ പാടാൻ പോകുന്നത് അറിയത്തില്ല. അത് പ്രസൻറ്റ് ചെയ്യുന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രസൻറ്റ് വരുന്നു, സ്വാധിഷ്ഠാനത്തിൽ എം ഡി ആവുന്നു, വാസന എം ഡി ആവുന്നു, അതിൽ കുണ്ടലിൽ സുഷുമ്നെ കൂടെ സഹസ്രാത്തി വരും. ഇതാണ് ആ ഉള്ളിൽ എഞ്ചിനീയറിങ്, പ്രാണന്റെ ഉള്ളിലത്തെ എഞ്ചിനീയറിങ്. ഇതേ കാര്യം ഞാൻ പുറത്തുള്ള കാര്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ ഉള്ളിൽ ഈ കുണ്ടലിനി പ്രസന്റ് വരുമ്പോൾ ഇവിടുത്തെ സ്വാധിഷ്ഠാനത്തിൽ ബ്രഹ്മഗ്രന്ഥി പേരിക്കുന്നു, സഹസ്രാത്തി വരുന്നു. ചിന്തകൾ വരുമ്പോൾ ഇത് അടയുന്നു. ഇടബെങ്കലെ കൂടെ വന്ന് പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നു കുണ്ടലിനി. അപ്പോൾ കുണ്ടലിനി സുഷുമ്ന ഇവിടെ സഹസ്രാരത്തിൽ വരുന്നുണ്ട് നമ്മൾ പ്രസന്റ് വരുമ്പോഴെല്ലാം. വീട് ഇന്നലെ വരെ സങ്കല്പമായിരുന്നു, ഫ്യൂച്ചറിലായിരുന്നു. ഇന്ന് കിട്ടിയപ്പോൾ ടാഞ്ചബിളായി, ടച്ച് ചെയ്യാനോ സ്മെല്ല് ചെയ്യാനോ ഒക്കെ പറ്റും എൻ്റെ വീടിനെ എനിക്ക്. അപ്പോൾ ഫ്യൂച്ചറിലല്ല വാശുവല്ല വീട് പ്രസന്റിൽ വന്നു. അപ്പോൾ ആനന്ദം ഇങ്ങനെ ഉണ്ടാവും. പാല് കാച്ച ദിവസം ദൈവത്തിൻ്റെ കൂട്ട് കാണപ്പെടും ആൾക്കാർ. അന്ന് എന്തോ ചോദിച്ചാലും തരും. 2ാമത്തെ ദിവസം ഒരു വെള്ളം ചോദിച്ചാൽ പോലും കിട്ടിയില്ല. അപ്പം പ്രസന്റിൽ നിൽക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം ലോകത്ത് ഒരേ ഒരാളാണ്. അത് ഞാനാണ്. എൻ്റെ ചിന്തകളും എൻ്റെ സങ്കല്പങ്ങളും. അതിനകത്ത് ദേവിക്ക് കയറാൻ സ്ഥലമില്ല. അല്ലെ മുകേഷ് സിനിമയെ ചോദിക്കണോട്ടോ ഒന്ന് ഒതുങ്ങോ, ദേവി വന്നിട്ട് ചോദിക്കും. നമ്മുടെ ഉള്ളിൽ ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പാസ്റ്റും ഫ്യൂച്ചറുമാണ് ഞാൻ എൻ്റെ അറിവുകൾ, എൻ്റെ ചിന്ത, എൻ്റെ വിഷമം, എൻ്റെ ദുഃഖം, എൻ്റെ സന്തോഷം, എൻ്റെ സങ്കടം. ഇതില്ലാതെ ഒരു പൂച്ചയുടെ കൂട്ടായാൽ സ്വാധിഷ്ഠാനം തുറക്കായി. ഫ്യൂച്ചറും പാസ്റ്റും ഇല്ല. ചിന്തകൾ പാസ്റ്റും ഫ്യൂച്ചറുമാണ്. പ്രസന്റിൽ വന്ന് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി അനുഭവിക്കുമ്പോൾ അഷ്ടാംഗ യോഗം സംഭവിക്കാം.
അങ്ങനെ പ്രസൻറ്റിൽ നിൽക്കുമ്പോൾ വൈ ആക്സിസ് ചാലുവാകുവാണ്. പല ജന്മങ്ങൾക്ക് ശേഷം, ലക്ഷക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷം വൈ ആക്സിസ് ചാലുവാകുന്നു. നമ്മൾ അതിലൂടെ മുകളിലോട്ട് പോകുന്നു, കുണ്ടലിനി ശാസ്ത്രത്തിലേക്ക് എത്തുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. പക്ഷേ ഇതെല്ലാം സംഭവിക്കണം ഈ ബാധ പിടിച്ച് തറയിൽ കിടക്കുന്ന അസുഖങ്ങളും പിടിച്ച് ബൈപ്പോളർ ഡിസോർഡർ അടിച്ച് വഴി കിടക്കുന്നവന് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനാദ്യം കുണ്ടലിന് നേരെയാണ് ഈ ബാധ ഓടിക്കണം. തിരുമേനി അത്രേ ഉള്ളൂ എനിക്ക് എൻ്റെ അസുഖം മാറണം. ബാക്കിയൊക്കെ പിന്നെ വിശക്കുന്നവനാണ് ആദ്യം അപ്പം കൊടുക്കണം എന്ന് പറഞ്ഞു വിട്ട് അത് അവൻ്റെ ബാധ മാറിക്കഴിയുമ്പോൾ അവന് ദേവിയെ പോയി ചോറ്റാനിക്കര പോയി ഒരു പൂജ പങ്കെടുക്കുന്നു. അല്ലെങ്കിൽ നമ്മളിതുപോലെ പൂജയൊക്കെ കഴിച്ച് ആവാഹിച്ച് മാറ്റുന്നു വിശദമായിട്ട്. എങ്ങനെയെങ്കിലും ഇവൻ്റെ ബാധ മാറിക്കഴിയുമ്പോൾ തല നേരെ നിൽക്കും. അത് കഴിയുമ്പോഴേ ഇതെല്ലാം വർക്കൗട്ട് ആക്കാൻ പറ്റത്തുള്ളൂ. 1-ാം ക്ലാസ്സിൽ പോയി ഇരിക്കാതെ 10-ാം ക്ലാസ്സിൽ ഡിഗ്രിക്ക് സർട്ടിഫിക്കറ്റ് ഡിഗ്രി ചെയ്യാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല എന്ന് പറഞ്ഞോട്ട് ഇതെല്ലാം ഒക്കെ മുടി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് വെക്കാം. മുടി ഇല്ലേ വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞോട്ട് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം. ദൈവാധീനം ജഗത് സർവം. ദൈവാധീനം അല്ലേ പോയി ആദ്യം പ്രശ്നം വെക്കുമ്പോൾ ദൈവാധീനം നോക്കുന്നത് വ്യാഴം എവിടാൻ നോക്കും അല്ലേ. അപ്പോൾ ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കത്തുള്ളൂ. ദൈവാധീനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. അത് ഇങ്ങനെ ഒക്കെ നമ്മളവിടെ കൊണ്ടുപോയിക്കോളും ദേവി. ആ ദർശനങ്ങൾ നമുക്ക് കിട്ടാൻ തുടങ്ങും, ഇൻസൈറ്റ് കിട്ടാൻ തുടങ്ങും. ഓരോ കാര്യങ്ങളും ഇൻസൈറ്റ്. ഒരു മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണം അല്ലേ. ചേട്ടൻ ചിലപ്പോൾ പലപ്പോഴും അത് എക്സ്പീരിയൻസ് ഉണ്ടായി കാണും. കുറേയൊക്കെ ആലോചിച്ചിട്ടെങ്കിലും കിട്ടുന്നില്ല. ഒടുക്കം പുല്ല് വിട്ട് കഴിഞ്ഞിട്ട് ഈശ്വര വിട്ടു അതിങ്ങനെ ഇൻസൈറ്റായിട്ട് ഇങ്ങനെ വരും. അങ്ങനല്ലേ പലതും വിജയിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഈ ഇൻസൈറ്റ് എല്ലാത്തിലും വരുന്നുണ്ട്. ഈ ഇൻസൈറ്റ് ഉണ്ടാവാനാണ് ദൈവാധീനം വേണ്ടത്. അത് വിജ്ഞാനം കൊണ്ട് വരത്തില്ല. പ്രജ്ഞാനം കൊണ്ടുവരും, ജ്ഞാനം കൊണ്ടുവരും. ആ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ഈശ്വര കൃപയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഈശ്വരീയത നമ്മുടെ കൂടെ വേണം. ഈഗോ ഇല്ലാത്ത മൈൻഡ് ഉണ്ടാകണം. ഈശ്വരൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. നമ്മുടെ ഉള്ളിൽ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ പറ്റില്ല. നമ്മുടെ അറിവുകളും എല്ലാം പൂർണ്ണ നഗ്നമായി മാത്രമേ ഈശ്വരൻ്റെ സവിധത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന് പറയും. എന്ന് വെച്ചാൽ ഉള്ളിൽ. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ നമ്മളെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ഗവേഷണമാണ് ശ്രീവിദ്യ. അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഇന്നു മുതൽ ദ ആർട്ട് ഓഫ് ഡൈയിങ്. ദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവരും. ഉപാസന ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞോട്ട് മുടങ്ങാതെ ചെയ്യണം. കുറച്ച് ചെയ്താൽ മതി, ഒരുപാട് ചെയ്യണ്ട. പക്ഷെ ചെയ്യുന്നത് മുടങ്ങാതെ ചെയ്യണം. നമ്മളെ വീഡിയോസ് പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കണമെന്നല്ല. നമുക്ക് ആ ട്യൂണിങ് കിട്ടും ദേവിയായിട്ടുള്ള. ഞാനൊരു ഏജൻറ്റ് പോലെ നിൽക്കുന്നേ ഉള്ളൂ, ഞാനായിട്ടൊന്നും പറയുന്നേ. അപ്പോൾ ആ ദേവിയുടെ ട്യൂണിങ് നിങ്ങൾക്ക് കിട്ടാൻ നല്ലതാണ്. ഡെയിലി കേട്ടതൊക്കെ തന്നെ പിന്നെ കേൾക്കുന്നവരുമുണ്ട് സ്ഥിരമായിട്ട്. ഭയങ്കര ഡെവലപ്മെൻ്റ് അവർക്കില്ല. കാരണം അവർക്ക് ഈ പറയുന്ന സാധനമൊക്കെ അവർക്ക് തന്നെ കത്താൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി നിന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇൻസൈറ്റ് ഇതുപോലെ അവർക്ക് ഇൻസൈറ്റ് വരുന്നുണ്ട് നല്ലവണ്ണം. നമ്മളിപ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞെത്തി നമ്മൾ അത്രയേ ഉള്ളൂ നമുക്ക്, അല്ലാതെ വേറെ ഒന്നും നമുക്ക് ഉദ്ദേശമില്ല. ആളുകൾ ആ ഫ്രീക്വൻസി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻസൈറ്റ് കിട്ടും. നമ്മൾ ആവത്തില്ലേ കുറച്ചാൾ കഴിയുമ്പോൾ. അടുത്ത ജനറേഷൻ അങ്ങോട്ട് ഈ ഇൻസൈറ്റ് കിട്ടുന്ന രീതിയിലാക്കി വിടുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ആ ഫ്രീക്വൻസി അതിങ്ങനെ സംസാരിച്ച് അത് കിട്ടും. അതുപോലെ കണക്ഷൻ. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഇപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹമുള്ളൂ. ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഞാനും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ. അപ്പോൾ എല്ലാ ശനിയാഴ്ച ലളിതാശ്രമം ജപ കഴിഞ്ഞില്ലേ? കയറിയിട്ടുണ്ടോ ഏതെങ്കിലുമൊക്കെ? ലളിതാശ്രമം അത് കയറിയിട്ടുണ്ടോ? കേൾക്കുന്ന നല്ല അല്ലേ? വരുന്ന വലിയ സാധനങ്ങളൊക്കെ വരും, നമ്മൾ അറിയുന്നുണ്ടല്ലോ. അത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നല്ലേ. അപ്പോൾ അത് ആ കണക്ഷൻസിൽ അതെല്ലാം ശനിയാഴ്ച വൈകിട്ട് 7:30 മുതൽ അരമണിക്കൂർ ഒരു നാമത്തിൻ്റെ അർത്ഥം വിശദമായി പറയും. പിന്നെ എല്ലാവരും കൂടെ ജപവും. അത് പങ്കെടുത്ത ഭയങ്കര ഗുണം. ഒരുപാട് ആൾക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. വീഡിയോസ് കാണും. പിന്നെ നമ്മൾ ദേവിയായിട്ടുള്ള ബന്ധം പോവാതിരിക്കും. എപ്പോഴും ഇല്ല ഷഫിൾ ചെയ്തിട്ട് കുളം കലക്കി മീനും പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒന്നായിട്ട് ഇളക്കണം. ചോറ്റാനിക്കര പോയി അങ്ങ് ഇരിക്കുന്ന ചില ദിവസമൊക്കെ. അതുപോലെ ഏതെങ്കിലുമൊക്കെ ഭദ്രകാളി ക്ഷേത്രത്തിലോ അമ്പലങ്ങളിലൊക്കെ ടൂറൊക്കെ പോവാം. കുറേ എന്തെങ്കിലുമൊക്കെ പുസ്തകം വായിക്കാൻ, എന്തെങ്കിലും വീഡിയോസ്. അപ്പം എങ്ങനെങ്കിലുമൊക്കെ നമ്മളെ ഷഫിൾ ചെയ്ത് ദേവിയായിട്ടുള്ള ബന്ധം ഈഗോ പറ്റി പിടിക്കാതെ എനിക്ക്
ഇത് ബന്ധം എങ്ങനെ നിലനിർത്താമെന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കാരണം ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ മൊബൈലിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വന്നു നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളേ വരില്ല. നമ്മളൊരു ഫുഡിൻ്റെ വീഡിയോ കണ്ടാൽ ഫുഡിൻ്റെ വീഡിയോ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനകത്തൂടെ പെട്ട് ഇങ്ങനെ അങ്ങ് പോകും. സിനിമയാണെങ്കിൽ ഒരു വീഡിയോ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. നമ്മളിങ്ങനെ വഴിതെറ്റി നമുക്ക് നമ്മൾ നഷ്ടപ്പെടും. കാരണം ഇപ്പം ശ്രദ്ധയാണ് ഏറ്റവും വലിയ പ്രോഡക്റ്റ് ലോകത്ത്. ആളുകളുടെ ശ്രദ്ധ ക്യാച്ച് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനാണ് ഏറ്റവും പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആളുകളുടെ ശ്രദ്ധയിലൂടെ പ്രാണൻ കിട്ടും. ഞാൻ പറഞ്ഞു മോഹൻലാലിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇതൊരു വലിയ പോയിൻ്റാണ്, മനസ്സിലാക്കുന്നു. നമ്മുടെ ശ്രദ്ധ പാഴായി പോകുന്നുണ്ട്. ഇന്നത്തെ ശ്രദ്ധയാണ് നാളെ പണമായി വരും. ഇന്ന് ഞാൻ വല്ലതൊക്കെ പഠിക്കുകയും കാര്യങ്ങൾ ചെയ്താൽ നാളെ എൻ്റെ വരുമാനം അത് ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ശ്രദ്ധ പിടിച്ചെടുക്കാനാണ് കമ്പനികളൊക്കെ ശ്രമിക്കുന്നത്, എല്ലാവരും ശ്രമിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുതരും. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ശ്രദ്ധയാണ് പാഴാക്കി കളയുന്നത്. പറയും, ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രീ, അണ്ടർസ്റ്റാൻഡ് യു ആർ ദ പ്രോഡക്റ്റ്. നിങ്ങളെ വിൽക്കപ്പെടുകയാണ്. സോഷ്യൽ മീഡിയ ഫ്രീയാണ്, പക്ഷെ നമ്മളറിയാം നമ്മുടെ സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്, വിലയേറിയ സമയം. നമ്മൾ മരിച്ചു പോകുന്നതിനിപ്പുറമുള്ള 1 മണിക്കൂർ ആണ് നമ്മൾ വല്ലോനും വേണ്ടി കൊടുത്തോണ്ടിരിക്കുന്നത്, നമ്മളറിയാതെ. അല്ലെ, അവൻ്റെ കേശി വീർപ്പിക്കാൻ വേണ്ടി കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 1 സെക്കൻഡ് പോലും വെറുതെ കളയാതെ ഈശ്വര ഉപാസന ചെയ്യുകയും അധ്വാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. മരിക്കുന്നവരെ നമ്മളെ വിദ്യാർത്ഥി ചെറുപ്പവും നിലനിൽക്കാൻ ഏറ്റവും നല്ല മാർഗം പഠിക്കാനുള്ളത്. ത്രിഗുണാത്മിക ദേശകാല